Morning students, good morning. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? എല്ലാവരും കഴിച്ചില്ലെങ്കിൽ നമുക്ക് മാത്സ് പഠിച്ചാലോ? പഠിക്കല്ലേ? നമ്മളിത് മാത്സിലെ പുതിയ ചാപ്റ്റർ ആണ് പഠിക്കുന്നത്. ഏതാണ്? ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് സ്റ്റഡി ചെയ്യുന്നത്. ഏതാണ്? ഹോൾ നമ്പേഴ്സ്. ഹോൾ നമ്പേഴ്സ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലും പണ്ട് 5ലും ഒക്കെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ അതേ തന്നെയാണ് ഇതിലും നമ്മൾ കുറച്ച് സ്റ്റഡി ചെയ്യുന്നത്. നോക്കിക്കേ, നാച്ചുറൽ നമ്പേഴ്സ് എന്താണെന്ന് നോക്കാം നമുക്ക് ആദ്യം. We are already familiar with the counting numbers 1, 2, 3, 4, 5, 6, etc. Counting numbers are called natural numbers. ആദ്യം എന്താണ് natural numbers? എന്താണ് natural numbers? നാച്ചുറൽ നമ്പേഴ്സ് നമ്മൾ കൗണ്ടിങ് നമ്പേഴ്സ് നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിൽ മുതലേ കൗണ്ടിങ് നമ്പേഴ്സ് പഠിക്കുന്നില്ലേ? 1, 2, 3, 4, 5 എന്താണ് കൗണ്ടിങ് നമ്പേഴ്സ് ആണ്. അപ്പൊ ഈ കൗണ്ടിങ് നമ്പേഴ്സിനെ എല്ലാം നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? കൗണ്ടിങ് നമ്പേഴ്സ് ആണ് കാർഡ് നാച്ചുറൽ നമ്പേഴ്സ്. കൗണ്ടിങ് നമ്പേഴ്സിനെ എല്ലാം നമ്മൾ വിളിക്കുന്ന പേരാണ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അടുത്ത് നോക്കിക്കേ, ഹോൾ നമ്പേഴ്സ്. എന്താ ഹോൾ നമ്പേഴ്സ്? എന്താ ഹോൾ നമ്പേഴ്സ്? whole numbers. All natural numbers together with zero are called whole numbers. അപ്പം സീറോയും കൂടി ചേർത്ത് വിളിക്കുന്ന എന്താണ് എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനെയും സീറോയും കൂടെ ആഡ് ചെയ്തിട്ടുള്ള എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനെയും വിളിക്കുന്ന പേരാണ് ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? 0, 1, 2, 3, 4, 5. 0, 1, 2, 3, 4, 5 അങ്ങനെ പോകും. എവിടെ വരെ? 12 അങ്ങനെ നമ്പേഴ്സ് പോകുന്നതിനാണ് എന്ന് പറയുന്നത് ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത്. കൗണ്ടിങ് നമ്പേഴ്സ് ഏതൊക്കെയാ? 1, 2, 3, 4, 5, 6. അതിൽ സീറോ ഇല്ല. ഹോൾ നമ്പേഴ്സ് വരുമ്പോഴത്തേക്ക് നാച്ചുറൽ നമ്പേഴ്സും വരും, അതിന്റെ കൂടെ സീറോയും വരും. അങ്ങനെ നമ്പേഴ്സിനെ 0 മുതൽ 1, 2, 3 അങ്ങനെ പോകുന്ന നമ്പേഴ്സ് ആണ് നമ്മൾ ഹോൾ നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. Clearly, every natural number is a whole number, but 0 is a whole number which is not a natural number. എല്ലാ natural numbers എന്താണ്? whole numbers ആണ്. 1, 2, 3 എല്ലാം എന്താണ്? natural numbers ആണ്. ഇതെല്ലാം whole numbers ആണ്. but 0 എന്ന് പറയുന്നത് ഒരു whole number ആണ്, but അതൊരു natural number അല്ല. ക്ലിയർ ആണ് നിങ്ങൾക്ക്? അത് നോക്കി, successor of a whole number. successor of a whole number എന്ന് വെച്ചാൽ if we add 1 to a whole number we get to the next whole number called its successor. അപ്പോൾ എന്താ successor എന്ന് പറഞ്ഞാൽ if we add 1 to a whole number, ഒരു whole numberന്റെ കൂടെ നമ്മളൊരു 1 കൂട്ടുമ്പോൾ നമുക്ക് ഒരു അടുത്ത ഒരു whole number കിട്ടും. എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? the successor of 0. 0 യുടെ successor എന്ന് വെച്ചാൽ എന്താ? 0 plus 1. അപ്പോൾ നമുക്ക് അടുത്തൊരു whole number കിട്ടും. ഇനി 1 ന്റെ സക്സസർ എന്ന് വെച്ചാൽ എന്താ? 1 plus 1 എത്ര ആയിരിക്കും? 2 ആയിരിക്കും. അപ്പൊ 1 ന്റെ സക്സസർ എന്താണ്? 2 ആണ്. അപ്പൊ നമ്മൾ എന്താണ് ഈ സക്സസർ ഓഫ് എ ഹോൾ നമ്പർ എന്ന് വെച്ചാൽ ഒരു ഹോൾ നമ്പറിന്റെ കൂടെ നമ്മൾ പ്ലസ് 1 ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അടുത്തൊരു ഹോൾ നമ്പർ കിട്ടുന്നു. എന്നാണ് എന്തെന്ന് പറയുന്നത്? സക്സസർ എന്ന് പറയുന്നത്. സക്സസർ ഓഫ് 0 ഈസ് 1. 0യുടെ സക്സസർ ആണ് 1 എന്ന് പറയുന്നത്. കാരണം 0യുടെ കൂടെ 1 കിട്ടുമ്പോൾ കിട്ടുന്നതാണ് ഇല്ലേ? അതുപോലെ സക്സസർ ഓഫ് 1 ഈസ് 2. 1ന്റെ കൂടെ 1 കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 കിട്ടും. അപ്പൊ 1ന്റെ സക്സസർ എന്താണ്? 2 ആണ്. The successor of 12 is 30. 12 എന്ന് പറയുന്ന സംഖ്യയുടെ സക്സസർ ഹോൾ നമ്പറിന്റെ സക്സസർ എത്രയാണ്? 12ന്റെ കൂടെ 1 കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 13 കിട്ടും. ആ 13 ആണ് 12ന്റെ സക്സസർ എന്ന് പറയുന്നത്. നോക്കിക്കേ, എവരി ഹോൾ നമ്പർ ഹാസ് എ സക്സസർ. എല്ലാ ഹോൾ നമ്പേഴ്സിനും എന്തുണ്ട്? അതിന്റെ സക്സസർ ഉണ്ടായിരിക്കും എന്ന് പറയുന്നു. ഇനി predecessors of a whole number. predecessors of a whole number എന്ന് വെച്ചാൽ എന്താണ്? one less than a given whole number other than 0 is called its എന്താണ്? predecessors. അപ്പൊ എന്താണ് predecessors എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോ 1 ആഡ് ചെയ്യുകയാണ് ചെയ്തല്ലേ? ഒരു ഹോൾ നമ്പറിന്റെ കൂടെ നമ്മൾ 1 ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്താണ് സക്സസർ കിട്ടി? predecessors എന്ന് പറഞ്ഞാൽ 1 എന്ത് ചെയ്യും? 1 ലെസ് ചെയ്യും, മൈനസ് ചെയ്യും. നോക്കിക്കേ, predecessors of 1 is 0. അപ്പൊ 0യുടെ predecessor 1. 1ന്റെ predecessor എത്രയാണ്? 0. The predecessor of 2 is 1. 2 എന്ന് പറയുന്ന സംഖ്യയുടെ predecessor എത്രയാണ്? 1 ആണ്. കാരണം 2ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? 1 മൈനസ് ചെയ്യാണ് ചെയ്തല്ലേ? 2 എന്ന് പറയുന്ന സംഖ്യയുടെ predecessor 1 ആണ്. കാരണം എന്താണ്? 2ൽ നിന്ന് 1 മൈനസ് ചെയ്ത് നമുക്ക് 1 എഴുതിയിട്ട് നമ്മൾ സക്സസർ കാണാൻ നമുക്ക് ഹോൾ നമ്പറിന്റെ കൂടെ 1 ആഡ് ചെയ്തു. പക്ഷെ എന്താണ് predecessor എന്ന് പറഞ്ഞാല് 2ൽ നിന്ന് നമ്മൾ സംഖ്യ കുറയ്ക്കുകയാണ്, മൈനസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു ഹോൾ നമ്പറിൽ നിന്ന് ഒരു 1 മൈനസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. Every
പ്രിഡിസർ. അപ്പൊ എന്താണ് 0 ഒഴികെ ബാക്കി എല്ലാ ഹോൾ നമ്പേഴ്സിനും ഒരു പ്രിഡിസർ ഉണ്ടെന്നാണ് പറയുന്നത്. റൈറ്റ് ദ സക്സസർ ആൻഡ് പ്രിഡിസർ ഓഫ് എന്താണ് 1000, പിന്നെ 10,50,399, പിന്നെന്താ 9,90,990. ഈ 3 സംഖ്യയുടെ ഇല്ലേ 3 ന്യൂമറൽസിന്റെയും എന്ത് എഴുതാൻ പ്രിഡിസറും സക്സസറും എഴുതാനാണ് തന്നേക്കുന്നത്. അത് നമുക്ക് ടെക്സ്റ്റിൽ തന്നെ തന്നിട്ടുണ്ട്. എന്താണ് സക്സസർ ഓഫ് 1000 എന്ന് പറയുന്ന സംഖ്യയുടെ സക്സസർ എത്ര ആയിരിക്കും? സക്സസ് എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യാനുള്ളതാണ്? സക്സസ് എന്ന് വെച്ചാൽ 1000 കൂടെ എന്ത് ചെയ്യണം? +1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ ഉത്തരാണ് എന്തെന്ന് പറയുന്നത് ആ ഒരു 1000 എന്ന് പറയുന്ന സംഖ്യയുടെ എന്താണ് സക്സസർ എന്ന് പറയുന്നത്. ഇനി ഈ 1000ന്റെ തന്നെ പ്രിഡിസർ ഓഫ് 1000 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1000 - 1 ആണ്. പ്ലസ് വേണം മൈനസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ടെക്സ്റ്റില് വേറെ 2 എക്സാമ്പിൾ തന്നിട്ടുണ്ട്. എക്സാമ്പിൾ നോക്കേ. 10,50,399 എത്രയാണ്? 10,50,399 സക്സസർ കാണാൻ പറഞ്ഞാല് +1 ആഡ് ചെയ്യുക. അതിന്റെ പ്രിഡിസർ കാണാൻ പറഞ്ഞാലോ എന്ത് ചെയ്യണം? ആ സംഖ്യയിൽ നമ്മൾ എന്ത് കുറയ്ക്കണം? 1 കുറയ്ക്കണം. അടുത്ത അതുപോലെ വന്നിട്ടുണ്ട് നമ്മുടെ 9,99,000 അല്ലേ? 9,99,999 എന്ന് പറഞ്ഞിരിക്കുന്നു. അതിന്റെ പ്രിഡിസറും സക്സസറും കാണാൻ സക്സസ് കാണാൻ പറഞ്ഞ ആ സംഖ്യയുടെ കൂടെ +1 ആഡ് ചെയ്യുക. പ്രിഡിസർ കാണാൻ പറഞ്ഞ അതിന്റെ കൂടെ എന്ത് ചെയ്യണം? 1 ഇല്ലേ മൈനസ് ചെയ്യുക. ഇത്രയും ക്ലിയർ ആയോ നമ്മൾ പഠിച്ചത്? ഓക്കെ. അതിൽ കുറച്ച് എക്സസൈസ് 3A കണ്ടോ? പേജ് നമ്പർ 45 ആ കിടക്കുന്ന എത്രയാണ്? 1, 2, 3 ഇല്ലേ? ആ ഒരു 5 ക്വസ്റ്റ്യൻ ആദ്യത്തെ ആ 5 ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം? ഹോംവർക്ക് ആയിട്ട് 6 വരെ ക്വസ്റ്റ്യൻ നമ്പർ 6 വരെ ഹോംവർക്ക് ആണ്. പേജ് നമ്പർ 45 എക്സസൈസ് 3A ക്വസ്റ്റ്യൻ നമ്പർ 1 തൊട്ട് എത്ര വരെ? ക്വസ്റ്റ്യൻ നമ്പർ 6 വരെ ഹോംവർക്ക് ആണ്. ക്ലിയർ ആയില്ലേ? ഇപ്പൊ എന്താ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ നാച്ചുറൽ നമ്പർ എന്താണെന്ന് പഠിച്ചു, ഹോൾ നമ്പേഴ്സ് എന്താണെന്ന് പഠിച്ചു, സക്സസർ ഓഫ് എ ഹോൾ നമ്പറും പ്രിഡിസർ ഓഫ് എ ഹോൾ നമ്പറും നമ്മൾ സ്റ്റഡി ചെയ്തു, ഹോംവർക്ക് ആയി. ഓക്കെ. ഇനി ഓപ്പറേഷൻ ഹോൾ നമ്പേഴ്സ്, അതായത് ഹോൾ നമ്പേഴ്സിന്റെ ഓപ്പറേഷൻസിനെ കുറിച്ച്, അതായത് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഇതിനെ കുറിച്ച് നമുക്ക് നോക്കാം. ആദ്യം നോക്കി ഓപ്പറേഷൻ ഓൺ ഹോൾ നമ്പേഴ്സ്. വി ആർ ആൾറെഡി ഫെമിലിയർ വിത്ത് ദ 4 ബേസിക് ഓപ്പറേഷൻസ്. നമുക്ക് അഡീഷൻ, സബ്ട്രാക്ഷൻ, പിന്നെ എന്താണ് മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഇതിനെ കുറിച്ച് നമുക്ക് അറിയാം. Now we shall study the properties of these operations on whole numbers. Whole numbers in the properties ഇലുള്ള അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെയാണ് നമ്മൾ ഇനി സ്റ്റഡി ചെയ്യുന്നത്. പ്രോപ്പർട്ടീസ് ഓഫ് അഡീഷൻ, അത് നമ്മൾ എന്താണ് പ്രോപ്പർട്ടീസ് ഓഫ് അഡീഷൻ ആണ് നോക്കുന്നത് അല്ലേ? അഡീഷൻ മീൻസ് എന്താണ്? ആഡ് ചെയ്യുന്നില്ലേ? സംഖ്യകൾ തമ്മിൽ ആഡ് ചെയ്യുന്നു. പ്രോപ്പർട്ടീസ് ഓഫ് അഡീഷൻ നമുക്ക് നോക്കാം. നോക്കിക്കേ. അത് ഒന്നാമത്തെ പ്രോപ്പർട്ടിയാണ് ക്ലോഷർ പ്രോപ്പർട്ടി. എന്താ ക്ലോഷർ പ്രോപ്പർട്ടി? If A and B are any two whole numbers, then A plus B is also a whole number. അപ്പൊ 2 സംഖ്യ തന്നിരിക്കുന്നു, എയും ബിയും. അത് ആഡ് ചെയ്യുമ്പോൾ എന്ത് 2 സംഖ്യ തമ്മിൽ എന്ത് ചെയ്യും? കൂട്ടുന്നു. അതറിയത്തില്ലേ? അപ്പം അതാണ് ക്ലോഷർ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. Let us take some pairs of whole numbers and add them. Check whether the sum is a whole number. അപ്പൊ നമുക്ക് എന്താണ് ഒരു 9 plus 11 എത്ര ആൻസർ? 20. എന്നിട്ട് നമ്മൾ എന്ത് 20 എന്ന് പറയുന്നത് ഹോൾ നമ്പർ ആണോ അല്ലേന്ന് നോക്കണം. 20 എന്ന് പറഞ്ഞാൽ എത്ര? ഹോൾ നമ്പർ അല്ലേ? ആണല്ലേ? 9 plus 11 is equal to 20. 20 എത്രയാണ്? ഒരു ഹോൾ നമ്പർ ആണ്. അടുത്ത എത്രയാണ്? 14 plus എത്ര വന്നേക്കുന്ന? 28. 14 plus 28 ആൻസർ 42. 42 എന്ന് പറയുന്നത് ഒരു ഹോൾ നമ്പർ അല്ലേ? തന്നെ. അടുത്ത ഏതാണ്? 53 plus 40. 53 plus 40 is equal to 93. 93 എന്താണ്? ഒരു ഹോൾ നമ്പർ ആണ്. അപ്പൊ നമ്മുടെ പ്രോപ്പർട്ടീസ് ഓഫ് അഡീഷൻ ഫസ്റ്റ് പറയുന്നത് ക്ലോഷർ പ്രോപ്പർട്ടി ആണ്. ക്ലോഷർ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ എ ബി എന്ന് പറയുന്ന 2 സംഖ്യ തന്നിരുന്നാൽ ആ 2 സംഖ്യകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം ഒരു ഹോൾ നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പൊ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ 9 plus 11 is equal to 20. 20 എന്ന് പറഞ്ഞ ഒരു ഹോൾ നമ്പർ ആണ്. ഇത്രയും ക്ലിയർ ആയില്ലേ? അടുത്തത് cumulative law. Cumulative law എന്താണെന്ന് വെച്ചാൽ എന്താണ്? അത് നോക്കിക്കേ. If A and B are any two whole numbers, then A plus B is equal to B plus. അപ്പം A യും B യും ഏതെങ്കിലും ഒരു ഹോൾ നമ്പർ ആയാലും ഏത് ഹോൾ നമ്പർ ആയാലും എന്താണ്? A plus B എന്ന് പറഞ്ഞാലും B plus A എന്ന് പറഞ്ഞാലും എന്താണ്? ഈക്വൽ ആണെന്നാണ് കാണിക്കുന്നത്. നോക്കിക്കേ. An example of തന്നിട്ടുണ്ട്. Example നോക്കേ. The take a pair of whole numbers, add them in 2 different orders and see whether the sum remain the same. ഇപ്പൊ ഈ cumulative law നമ്മൾ നോക്കുന്നത് വെച്ചാൽ നമുക്ക് ഒരു എക്സാമ്പിൾ തന്നിരിക്കുന്നു. 8
പ്ലസ് 11. എയും ബി രണ്ട് സംഖ്യ തന്നു 8 പ്ലസ് 11. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഈ 8 പ്ലസ് 11 എന്നുള്ളത് ആഡ് ചെയ്തോ. അപ്പൊ നമുക്ക് എന്ത് വരും? 8 പ്ലസ് 1 9. 19 നമുക്ക് ഉത്തരം കിട്ടി. ഇനി നമ്മളപ്പോ എ പ്ലസ് ബി നമ്മൾ ചെയ്തു. ഇനി ബി പ്ലസ് എ ചെയ്യുമ്പോൾ ബി ഏതാണ്? ഇത് ബിയും ഇത് എയും. അപ്പൊ 11 ആദ്യം കൊണ്ടുവരണം. 8 രണ്ടാമത് എഴുതി. ആദ്യം നമ്മൾ എ പ്ലസ് ബി എഴുതി 8 പ്ലസ് 11. അപ്പൊ നമുക്ക് 19 ഉത്തരം കിട്ടി. നമ്മൾ ഇത് എഴുതണം ബി പ്ലസ് എ എഴുതണം. ബി പ്ലസ് എ ബിയിൽ കിടക്കുന്നത് 11ഉം എയിൽ കിടക്കുന്നത് 8. അപ്പൊ 11 പ്ലസ് 8 എന്ത് തന്നെയാണ്? 19 തന്നെയാണ്. അപ്പൊ രണ്ടാമത് നമ്മുടെ ലോ അല്ലെങ്കിൽ കണ്ടീഷനിലെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് സംഖ്യകൾ തന്നിരുന്നാലും എ പ്ലസ് ബി തന്നിരുന്നാലും അതിന് നമ്മൾ എ പ്ലസ് ബി രീതിയിലും ചെയ്യണം, ബി പ്ലസ് എ രീതിയിലും ചെയ്തിട്ട് രണ്ടും നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം ഈക്വലാണെന്ന് നോക്കണം. ഇപ്പൊ രണ്ടും സെയിം ആയില്ലേ? എ പ്ലസ് ബിയും 19 തന്നെയാണ്, ബി പ്ലസ് എയും 19 തന്നെയാണ്. ഇത്രയും ക്ലിയർ ആയില്ലേ? അത് നമ്മുടെ രണ്ടാമത്തെ ക്യുമുലേറ്റീവ് ലോ നമ്മൾ പഠിച്ചു. അഡിറ്റീവ് പ്രോപ്പർട്ടി ഓഫ് സീറോ. അത് നോക്കിക്കേ, അഡിറ്റീവ് പ്രോപ്പർട്ടി ഓഫ് സീറോ എന്ന് പറഞ്ഞാല് അതായത് if a is any whole number then a plus 0 എന്ന് പറഞ്ഞാലും 0 plus a എന്ന് പറഞ്ഞാലും ആൻസർ എന്താണ്? a തന്നെയാണ്. എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം. അതായത് നമുക്ക് നോക്കിക്കേ 235 പ്ലസ് 0 എന്ന് പറഞ്ഞാലും 0 പ്ലസ് 235 എന്ന് പറഞ്ഞാലും ആൻസർ എന്ത് തന്നെയാണ്? 235ന്റെ കൂടെ പ്ലസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 225 തന്നെ കിട്ടുന്നു. 0യുടെ കൂടെ 235 ആഡ് ചെയ്താൽ നമുക്ക് എന്ത് തന്നെ കിട്ടുന്നു? 235 തന്നെ ലഭിക്കുന്നു. അതാണ് നമ്മുടെ മൂന്നാമത്തെ പ്രോപ്പർട്ടിയിൽ പറയുന്നത്. 0യുടെ കൂടെ ഏത് നമ്പർ ആഡ് ചെയ്താലും നമുക്ക് ആ നമ്പറിൽ തന്നെ കിട്ടും. ഒരു നമ്പറിന്റെ കൂടെ 0 ആഡ് ചെയ്താലും നമുക്ക് സെയിം ആ നമ്പർ തന്നെ കിട്ടുന്നു. ഇത്രയും കറക്റ്റ് ആയില്ലേ? എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു. അടുത്ത എക്സാമ്പിൾ വരുന്നത് എന്താ? 479 പ്ലസ് 0. 479 പ്ലസ് 0 എന്ന് പറഞ്ഞാൽ ആൻസർ എത്രയാണ്? 479 തന്നെയാണ്. 0 പ്ലസ് 479 എന്ന് പറഞ്ഞാൽ ഉത്തരം തന്നെയാണ് 479 തന്നെയാണ്. ഇത്രയും ക്ലിയർ ആണല്ലേ? ഇനി അടുത്തത് അസോസിയേറ്റീവ് ലോ. എന്താണ്? ഫോർ എനി ഹോൾ നമ്പർ എ ബി സി വി ആൾവേസ് ഹാവ് എ പ്ലസ് ബി ബ്രാക്കറ്റിന്റെ അകത്ത് പ്ലസ് സി, എ പ്ലസ് ബി പ്ലസ് സി. ആ ബിയും സിയും ബ്രാക്കറ്റിന്റെ അകത്താണ്. രണ്ടാമത്തെ നമുക്ക് 3 സംഖ്യകൾ തന്നേക്കുന്നു. അപ്പൊ നമ്മൾ 2 സംഖ്യയുടെ കാര്യം വരെ പഠിച്ചു. അടുത്ത നമ്മൾ ഏത് ലോയാണ്? അസോസിയേറ്റീവ് ലോക്കത്ത് പറയുന്നത് എ പ്ലസ് നമുക്ക് 3 സംഖ്യ തന്നു എ ബി സി. ആ നമ്മൾ എന്ത് ചെയ്യണം? എ പ്ലസ് എന്താണ്? ബിയും സിയും നമ്മൾ ആദ്യം നമ്മൾ എയും ബിയും കൂടെ തമ്മിൽ ആഡ് ചെയ്തിട്ട് അതിലൂടെ പ്ലസ് സി ചെയ്യും. അതിനുശേഷം എ പുറത്തിട്ടിട്ട് ബി പ്ലസ് സി അങ്ങ് ചെയ്യും. ഉത്തരം എന്താണ്? സെയിം ആണോ നമുക്ക് നോക്കാം. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്കൊരു ക്വസ്റ്റ്യൻ എക്സാമ്പിൾ വന്നേക്കുന്നു. അപ്പൊ ഇത് മനസ്സിലായി. നമ്മുടെ അടുത്ത ലോ അല്ലെങ്കിൽ അടുത്ത പ്രോപ്പർട്ടിയാണ് അസോസിയേറ്റീവ് ലോ എന്ന് പറയുന്നത്. അതിനകത്ത് പറയുന്നത് നമുക്ക് 3 സംഖ്യ തരുന്നു എ ബി സി. നമ്മൾ ആദ്യം ചെയ്യുന്നത് എ ബി സിയെ തമ്മിൽ കൂട്ടിയിട്ട് അതിന്റെ കൂടെ നമ്മൾ സി കൂട്ടും. അതുപോലെ ആദ്യം നമ്മൾ ബിയും സിയും കൂട്ടിയിട്ട് അതിന്റെ കൂടെ നമ്മൾ എ കൂട്ടും. അപ്പൊ ഇത് ഇങ്ങനെ 2 രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ സെയിം ആണോ നോക്കാം. എക്സാമ്പിൾ നമുക്ക് സംഖ്യയിലൂടെ പറയാം. ആദ്യം നമ്മുടെ എക്സാമ്പിൾ നോക്കിക്കേ. 9 12 എത്രയാണ്? 50. 3 സംഖ്യ തന്നേക്കുന്നു എ ബി സി. ആദ്യം നമ്മൾ പറഞ്ഞ ഇക്വേഷൻ എങ്ങനെയാണ്? എ പ്ലസ് ബി പ്ലസ് സി. അപ്പൊ നമുക്ക് അങ്ങനെ എഴുതാം. എ എഴുതാം 9 അല്ലേ? അപ്പൊ 9 പ്ലസ് 12. സി എത്ര? 15. അപ്പൊ നമുക്ക് എത്ര ആൻസർ വരും? അത് നമ്മൾ എന്ത് ചെയ്യണം? 9ഉം 12ഉം കൂടെ ആഡ് ചെയ്യണം. അപ്പൊ നമുക്ക് എത്ര വരും? 21 കിട്ടും. അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഈ 50 ആഡ് ചെയ്യണം. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് വെച്ചാൽ എത്രയാണ്? 36. അപ്പൊ ഒരു രീതിയിൽ നമ്മൾ ആൻസർ എഴുതി. ഈ രീതിയിൽ എ പ്ലസ് ബി ബ്രാക്കറ്റില് പ്ലസ് സി എഴുതുമ്പോൾ നമുക്ക് 36 എന്ന ആൻസർ വന്നു. നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ എങ്ങനെയായിരുന്നു? എ പ്ലസ് ബി പ്ലസ് സി അല്ലേ? ഇപ്പൊ ഇവിടെ എ എത്ര? 9 ബ്രാക്കറ്റിന്റെ വെളിയിൽ എടുത്തിട്ട് 12 പ്ലസ് 15 എഴുതണം അല്ലേ? ഇപ്പൊ ഇതിട്ട് എന്ത് വരും? 9 അതുപോലെ എഴുതി 9 പ്ലസ് 15ഉം 12ഉം കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പൊ 15 12ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 27.
ഇത് എത്രയാണ് ആൻസർ 36. അപ്പൊ നമ്മള് a പ്ലസ് ബി ബ്രാക്കറ്റിൽ പ്ലസ് സി എഴുതിയപ്പോഴും a പ്ലസ് ബി സി ബ്രാക്കറ്റിൽ എഴുതിയപ്പോഴും നമുക്ക് ആൻസർ തന്നെ വന്നു, സെയിം ആയിട്ട് തന്നെ വന്നു. അപ്പൊ ആ ഒരു കാര്യമാണ് നമ്മൾ അസോസിയേറ്റഡ് ലോയില്. അതായത് a പ്ലസ് ബി എന്താണ് ഈ ഒരു രീതി, രണ്ട് രീതി എങ്ങനെ ചെയ്താലും ഇല്ലേ, a പ്ലസ് ബി പ്ലസ് സി ആയാലും a പ്ലസ് ബി പ്ലസ് സി ആയാലും ആൻസർ എന്ത് തന്നെയായിരിക്കും, രണ്ടിന്റെ ആൻസർ ഈക്വൽ ആയിരിക്കും. അതാണ് ആ ലോയില് പറയുന്നത്. രണ്ടാമത് ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. 645 285 ആണ് 430 തന്നേക്കുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഈ ആദ്യത്തെ രണ്ട് സംഖ്യ കൂട്ടിയിട്ട് അതിന്റെ കൂടെ സി ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് ആൻസർ കിട്ടും. ഈ രണ്ട് ആൻസർ ഒരുപോലാണെന്ന് നോക്കുക. ഇനി അടുത്ത നമുക്ക് മാജിക് സ്ക്വയർ എന്താണെന്ന് നോക്കാം. എന്താണ് മാജിക് സ്ക്വയർ? എന്താ മാജിക് സ്ക്വയർ? Magic square എന്താണെന്ന് ചോദിച്ചാൽ എന്താ? A magic square is an arrangement of different numbers in the form of a square such that the sum of the numbers in every horizontal line, every vertical line and every diagonal line is the same. അതായത് magic square എന്ന് വെച്ചാൽ നമ്മളൊരു എന്താണ് magic square വരയ്ക്കുന്നു. അതായത് റോ വൈസും കോളം വൈസും നോക്കാം. നോക്കിക്കേ, 9 4 5 2 6 10 7 8 3. ഇതാണ് മാജിക് സ്ക്വയർ. ഈ സ്ക്വയറിനെ കോളം വൈസ് നോക്കിയാലും റോ വൈസ് നോക്കിയാലും കോളം വൈസ് നോക്കിയാലും ഡയഗണൽ വൈസ് നോക്കിയാലും എങ്ങനെ നോക്കിയാലും നമുക്ക് ആൻസർ എത്ര കിട്ടും? 18 കിട്ടും. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. 9 പ്ലസ് 2 ആണ്. നമുക്ക് റോ വൈസ് നോക്കാം. 9 പ്ലസ് 2 പ്ലസ് 7 ആൻസർ എത്ര? 18. 4 പ്ലസ് 6 പ്ലസ് 8 ആൻസർ എത്ര? 80. അതുപോലെ 5 10 3 എത്ര ആൻസർ? 80 തന്നെ വരും. ഇനി ഇങ്ങനെ നോക്കിയാലും എങ്ങനെ കോളം വൈസ് നോക്കിയാലും 9 പ്ലസ് 4 പ്ലസ് 5 ഈസ് ഈക്വൽ ടു 80, 2 പ്ലസ് 6 പ്ലസ് 10 ഈസ് ഈക്വൽ ടു 80, 7 പ്ലസ് 8 പ്ലസ് 3 ഈസ് ഈക്വൽ ടു 80. ഇനി ഇങ്ങനെ നോക്കാം. 7 പ്ലസ് 6 പ്ലസ് 5 അല്ലേ, എത്ര? 7 പ്ലസ് 6 പ്ലസ് 5 അത് നോക്കിയാലും നമുക്ക് 80 തന്നെയാണ്. അപ്പൊ എങ്ങനെ ഡയഗണൽ വൈസ് നോക്കിയാലും കോളം വൈസ് നോക്കിയാലും റോ വൈസ് നോക്കിയാലും എല്ലാം നമുക്ക് ഒരേ ആൻസർ 80 തന്നെ വരും. അപ്പൊ ഈ ഒരു രീതിയാണ് മാജിക് സ്ക്വയർ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണോ നമുക്ക്? ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് പേജില് പേജ് നമ്പർ എത്ര? 48 എക്സസൈസ് 3B. എക്സസൈസ് 3Bയില് 1 മുതൽ ക്വസ്റ്റ്യൻ നമ്പർ 4 വരെ ഹോംവർക്ക് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 1 മുതൽ 4 വരെ നമുക്ക് ഹോംവർക്ക് ആണ്. അത് ടീച്ചറിന് ചെയ്തു തരണം. ഇനി നമുക്ക് അടുത്ത സബ്ട്രാക്ഷൻ ഇൻ ഹോൾ നമ്പേഴ്സ്. ഇപ്പൊ നമ്മൾ എന്താ പഠിച്ചത്? അഡീഷൻ ആണല്ലേ പഠിച്ച. അഡീഷൻ പഠിച്ചിട്ട് അതിന്റെ 4 പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ സബ്ട്രാക്ഷന്റെ ആണ് പറയാൻ പോകുന്നത്. സബ്ട്രാക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? മൈനസ് ചെയ്യുക അല്ലേ. നമ്മൾ അഡീഷൻ ആഡ് ചെയ്യുക, സബ്ട്രാക്ഷൻ മൈനസ് ചെയ്യുക. The operation of subtraction is an inverse process of addition. നമുക്കറിയില്ല അഡീഷന്റെ നേരെ ഇൻവേഴ്സ് പ്രോസസ് ആണ് എന്തെന്ന് പറയുന്നത്? സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. നോക്കിക്കേ എക്സാമ്പിൾ. 14 പ്ലസ് 9 ഈസ് ഈക്വൽ ടു 23 എന്ന് പറയാം. അപ്പൊ നമുക്ക് എന്താ ചെയ്യാം? 23 ന് 9 കുറയ്ക്കാം. അപ്പൊ നമുക്ക് 14 കിട്ടും. അതുപോലെ പിന്നെ എന്ത് ചെയ്യാം? 23 ന് 14 കുറയ്ക്കാം. അപ്പൊ നമുക്ക് 9 കിട്ടും അല്ലേ. എന്താണ് ഒരു നമ്മുടെ അഡീഷന്റെ നേരെ ഇൻവേഴ്സ് പ്രോസസ് ആണ് സബ്ട്രാക്ഷൻ അല്ലെങ്കിൽ മൈനസ് എന്ന് പറയുന്നത്. ഈ പ്രോപ്പർട്ടീസ് ഓഫ് സബ്ട്രാക്ഷൻ. സബ്ട്രാക്ഷന്റെ അർത്ഥം നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ ഓരോ പ്രോപ്പർട്ടീസ് ഉണ്ട്. നോക്കിക്കേ, പ്രോപ്പർട്ടീസ് ഓഫ് സബ്ട്രാക്ഷൻ എന്ന് വെച്ചാൽ if A and B are two whole numbers such A greater than B or A equal B, then A minus B is a whole number. അപ്പൊ A greater than B ആയാലും പിന്നെ A equal to B ആയാലും പിന്നെന്തുണ്ട്? then A minus B. അപ്പൊ നമുക്ക് രണ്ട് സംഖ്യകൾ തരും എയും ബി എന്ന് പറയുന്നത്. സബ്ട്രാക്ഷൻ ഈസ് നോട്ട് പോസിബിൾ ഇൻ ഹോൾ നമ്പേഴ്സിൽ. എല്ലാ നമ്പേഴ്സിലും എന്താണ് സബ്ട്രാക്ഷൻ നമുക്ക് പോസിബിൾ അല്ല. എക്സാമ്പിൾ, if we subtracted 2 equal whole numbers we get whole number 0. അപ്പൊ എല്ലാ ഹോൾ നമ്പേഴ്സിലും നമുക്ക് സബ്ട്രാക്ഷൻ എന്താണ്? പോസിബിൾ അല്ല. അപ്പൊ നമുക്ക് രണ്ട് ഹോൾ നമ്പർ ഒരേപോലെ തന്നു, 8 മൈനസ് 8. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? 0 എന്നുള്ള ആൻസർ ആണ് കിട്ടുന്നത്. അതുപോലെ 6 മൈനസ് 6 ആയാലും എന്ത് തന്നെയാണ്? 0
പോസിബിൾ അല്ലാന്ന് പറയാം. If we subtract a smaller whole number from a larger one, we always get a whole number. അപ്പോൾ നമുക്ക് അതായത് ഒരു ലാർജർ എന്താണ് ഒരു സ്മാളർ ഹോൾ നമ്പറിനെ നമ്മൾ ലാർജർ ഹോൾ നമ്പറിൽ നിന്ന് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു ഹോൾ നമ്പർ കിട്ടുന്നു. അതായത് 16 എന്ന് പറയുന്ന ഒരു ലാർജർ ഹോൾ നമ്പറിൽ നിന്ന് 19 എന്ന് പറയുന്ന ഒരു സ്മാളർ ഹോൾ നമ്പർ കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? 7 എന്ന് പറയുന്ന ഒരു ഹോൾ നമ്പർ കിട്ടുന്നു. മനസ്സിലായോ? അടുത്ത 37 എന്ന് പറയുന്ന ഒരു ലാർജർ ഹോൾ നമ്പറിൽ നിന്നും എത്രയാണ് 8 എന്ന് പറയുന്ന ഒരു ഹോൾ നമ്പർ കുറയ്ക്കുമ്പോൾ നമുക്ക് 29 എന്ന് പറയുന്ന മറ്റൊരു ഹോൾ നമ്പർ ലഭിക്കും. പക്ഷെ എന്താണ് സെയിം ആയിട്ടുള്ള രണ്ട് ഹോൾ നമ്പറിൽ നിന്ന് കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് 0 ലഭിക്കത്തുള്ളൂ. ഇത് ക്ലിയർ ആയില്ലേ? ഇനി 30 മൈനസ് 18 ഈസ് നോട്ട് ഡിഫൈൻഡ് ഇൻ ഹോൾ നമ്പേഴ്സ്. അപ്പം 13 നിന്നില്ലേ 30 നിന്ന് 30 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്മാളർ ഹോൾ നമ്പർ. അതിൽ നിന്നും 18 എന്ന് പറയുന്ന ഒരു വലിയ സംഖ്യ കുറയ്ക്കാൻ നമുക്ക് ഒരു ഹോൾ നമ്പർ കിട്ടില്ല. അതായത് ഹോൾ നമ്പർ എന്ത് വരും? ചിഹ്നങ്ങൾ വരില്ലേ? മൈനസും പോസിറ്റീവൊക്കെ ചിഹ്നങ്ങൾ വരുന്ന ഒരു ഹോൾ നമ്പർ നമുക്ക് കിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. നോട്ട് ഡിഫൈൻ ഇൻ ഹോൾ നമ്പേഴ്സ്. നമുക്ക് ഹോൾ നമ്പേഴ്സിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. For any two whole numbers a and b, a minus b not equal to b minus a. അതായത് നമ്മൾ പ്ലസ് അഡീഷന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞത് a plus b equal to a b minus a എന്നായിരുന്നു അല്ലേ? ഓർമ്മയില്ലേ അഡീഷന്റെ കാര്യത്തിൽ പറഞ്ഞത്? നമ്മുടെ സബ്ട്രാക്ഷന്റെ കാര്യത്തിൽ എങ്ങനെയാണ്? a minus b not equal to b minus a ആണ്. അതായത് എയിൽ നിന്ന് ഒരു സംഖ്യ ബി കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരവും ബിയിൽ നിന്ന് എ കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരവും സെയിം ആയിരിക്കില്ല. എക്സാമ്പിൾ നോക്കിക്കേ. 8 minus 5 equal to എന്താണ്? 8 minus 3 ആണ് എങ്കിൽ 5 minus 8 വരുമ്പോഴത്തേക്ക് നമുക്കൊരു ഹോൾ നമ്പർ കിട്ടുമോ? ഇല്ല, അവിടെ നെഗറ്റീവ് വരും അല്ലേ? നെഗറ്റീവ് ചിഹ്നം വരുന്നു. അതുകൊണ്ട് അവിടെ ഒരു ഹോൾ നമ്പർ നമുക്ക് കിട്ടില്ല. അടുത്ത 26 മൈനസ് 9 എന്ന് പറയുമ്പോൾ എത്ര ആൻസർ വരുന്നത്? 17 ആണ്. പക്ഷെ നമുക്ക് 9 മൈനസ് 26 എന്ന് പറയുമ്പോൾ എന്താണ്? ഈസ് നോട്ട് ഡിഫൈൻഡ് ഹോൾ നമ്പർ. അവിടെ നമുക്കൊരു ഹോൾ നമ്പർ കിട്ടുന്നില്ല. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലേ? ഇനി അടുത്ത നോക്കിക്കേ. അടുത്തത് for any whole number a minus 0 equal to a but 0 minus a is not defined. അതായത് a minus 0 എന്ന് പറഞ്ഞാൽ ആൻസർ എന്താണ്? a ആണ്. a minus 0 എന്ന് പറഞ്ഞ ആൻസർ a ആണ്. എക്സാമ്പിൾ നോക്കിക്കേ. 9 minus 0 is equal to എന്താണ്? 9 ആണ്. എന്നാൽ എന്താണ് 0 minus a എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 0 minus 9 അല്ലെങ്കിൽ 0 minus 24 ഏത് സംഖ്യയായാലും 0 minus 9 ആയാലും 0 minus 29 നമുക്ക് എന്താണ്? അവിടെ ഒരു ഹോൾ നമ്പർ നമുക്ക് കിട്ടുന്നില്ല. ടെക്സ്റ്റ് എഴുതിയിട്ടുണ്ടോ? ഈസ് നോട്ട് ഡിഫൈൻഡ് ഇൻ ഹോൾ നമ്പർ. ഹോൾ നമ്പർ നമുക്ക് അതിന്റെ ആൻസർ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനി അടുത്ത നോക്കേ. If a, b, c are any three whole numbers, then in general a minus b minus c not equal to a minus b minus c. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എന്തായിരുന്നു? a plus b plus c ആയാലും ഇല്ലേ? പിന്നെന്താ a plus b plus ഇത് രണ്ടായാലും ഇതിന്റെ രണ്ടിന്റെ ആൻസർ ഈക്വൽ ആയിരിക്കുന്നു. പക്ഷെ നമ്മൾ സബ്ട്രാക്ഷന്റെ കാര്യം വരുമ്പോഴത്തേക്കും a minus b minus c ഇല്ലേ not equal to a minus b minus c. ബാക്കി നമുക്ക് തിരിച്ചിടാം. a minus b minus c not equal to a minus b minus c. ഇപ്പൊ അഡീഷന്റെ കാര്യത്തിൽ ഈക്വൽ ആയിരുന്നെങ്കിൽ ഇവിടെ ഇങ്ങനെ വരുമ്പോൾ കിട്ടുന്ന സംഖ്യ എന്ന് പറയുന്നത് രണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സംഖ്യ എന്താണ്? ഈക്വൽ അല്ലാതാണ് പറയുന്നത്. എക്സാമ്പിൾ നമുക്ക് 3 നമ്പർ അറിയിക്കുന്നത് 842. നമുക്ക് അറിയുന്ന നമ്പർ എത്ര? 842. നോക്കിക്കേ. 842 എന്ന് പറയുന്ന a b c എന്ന് പറയുന്ന 3 നമ്പർ തന്നിരിക്കുന്നു. നമ്മുടെ ഇക്വേഷൻസ് എങ്ങനെയാണ്? a minus b minus c a minus b minus c. ഇതല്ലേ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്? ആദ്യം നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് കിട്ടുക. ഇത് a, ഇത് b, ഇത് c. അപ്പൊ a എന്ന് പറഞ്ഞാൽ 8 മൈനസ് b എന്ന് പറഞ്ഞാൽ 4 മൈനസ് c എന്ന് പറഞ്ഞാൽ 2. അപ്പൊ നമുക്ക് ആൻസർ കിട്ടത്തില്ലേ? എങ്ങനെ കിട്ടും? 8 അല്ലേ? 8 മൈനസ് 4 is equal to 8 minus 4 is equal to 4 minus 2 equal to 2 എന്ന് കിട്ടി.
ഇത്രയും കറക്റ്റ് ആയില്ലേ? ഇനി അടുത്ത് നമ്മുടെ ഇക്വേഷൻ ഇതാണ്, അതിലേക്ക് നമ്മൾ ആ സംഖ്യ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. എ അതുപോലെ എ 8 അല്ലേ, മൈനസ് ബി എത്ര 4 മൈനസ് സി എത്ര 2. നമുക്ക് എങ്ങനെ എഴുതാം? 8 മൈനസ് 4 മൈനസ് 2 2. അപ്പം 8 മൈനസ് 2 is equal to 6. നമുക്ക് ആദ്യം കിട്ടിയ ആൻസർ 2 ആണ്, രണ്ടാമത് കിട്ടിയ ആൻസർ 6 ആണ്. അപ്പൊ എന്താണ്? നോട്ട് ഈക്വൽ ആണ്. ഈ രണ്ട് ഇക്വേഷനും നമ്മൾ ഈ സംഖ്യ വെച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് രണ്ടിൽ നിന്ന് കിട്ടുന്ന ആൻസർ സെയിം അല്ല, നോട്ട് ഈക്വൽ ആണ്, ഈക്വൽ അല്ല. പക്ഷെ അഡീഷന്റെ കാര്യത്തിൽ നമ്മൾ ഈ രണ്ട് ഇക്വേഷനിലോട്ട് നമ്മുടെ സംഖ്യാസ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരങ്ങൾ രണ്ടും സെയിം ആയിരിക്കും, ഈക്വൽ ആയിരിക്കും അല്ലേ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? നമ്മള് സബ്ട്രാക്ഷന്റെ കാര്യമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് എന്താണ്? If A, B, C are whole numbers such that A minus B is equal to C, then B plus C is equal to A. അപ്പൊ നമുക്ക് തന്നേക്കുന്നതെന്ന് വെച്ചാല് എന്താണ്? A minus B is equal to C ആണ്. അതായത് എന്താണ്? 16 minus 9 is equal to 7 നമുക്ക് ആൻസർ കിട്ടും അല്ലേ? A minus B is equal to C, B plus C is equal to A. എന്ത് ചെയ്യണം? B ഏതാണ് ഇതില്? 9 plus C 7 is equal to 16 വരും. അതായത് ഇവിടെ പറയുന്ന ഇത്രേ ഉള്ളൂ. നമുക്ക് ഇപ്പൊ 16 മൈനസ് 9 എന്ന് പറഞ്ഞൊരു സംഖ്യയില് നമുക്ക് ആൻസർ 7 കിട്ടും. ഈ കിട്ടുന്ന 7ന്റെ കൂടെ നമ്മള് ഈ ബി ഇല്ലേ, ഈ കിട്ടുന്ന 7ന്റെ കൂടെ നമ്മള് ഏതാണ് നമ്മുടെ 9 ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും? 16 കിട്ടും. അതിന് രണ്ടിനെയും നമുക്ക് ആദ്യം നമുക്ക് എന്താണ്? A minus B is equal to C. A യിൽ നിന്ന് B കുറയ്ക്കുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും C. ആ കിട്ടുന്ന ആൻസറിന്റെ കൂടെ B കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്? 16 കിട്ടും. A എന്ന് പറയുന്ന ആൻസർ നമുക്ക് ലഭിക്കുന്നു. അടുത്തത് ഒബ്സർവിംഗ് പാറ്റേൺസ്. സ്റ്റഡി ദ ഫോളോയിങ്. കണ്ടോ? 456 മൈനസ് 99 is equal to, ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാല് നമുക്ക് തന്നെ ക്വസ്റ്റ്യൻ നോക്കിക്കുക. ഒബ്സർവിംഗ് പാറ്റേണിൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത് 456 മൈനസ് എത്ര 99. ഇത് നമുക്ക് എങ്ങനെ ആൻസർ എഴുതാം? നമുക്ക് ഇതിനെ നേരിട്ട് 99 മൈനസ് ചെയ്ത് ആൻസർ എഴുതാം. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? 456 മൈനസ് ഈ 99 എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് 100 പ്ലസ് 1 എന്ന് എഴുതാം. എഴുതിക്കൂടെ? 456 മൈനസ് 100 പ്ലസ് 1. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ 456 ഈ 1 കൊണ്ടാണ് ആഡ് ചെയ്യാം. നമ്മൾ ആദ്യം അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആ രീതിയിലല്ലേ നമുക്ക് മാത്സിൽ അങ്ങനെയല്ലേ നമ്മൾ ചെയ്യണം. ആദ്യം അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ തന്നാൽ ഇപ്പൊ 456 മൈനസ് 99 തന്നാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം 456 അതുപോലെ എഴുതിയിട്ട് 99 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അതിനെ 100 പ്ലസ് 1 ആക്കി മാറ്റിയിട്ട് ഈ 456 ഈ 1 കൊണ്ടങ്ങ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 457 ആൻസർ വരും. പിന്നെ ഈ 457 ഈ 100ൽ നിന്ന് ചെയ്താൽ മതി, മൈനസ് ചെയ്യാൻ മതി. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 357 കിട്ടും. ഇത്രയും കറക്റ്റ് ആയി ഒബ്സർവിംഗ് പാറ്റേൺ. ആ പാറ്റേണിനെ ഒബ്സർവ് ചെയ്തിട്ട് നമ്മൾ ചെയ്യാനാണ് പറയുന്നത്. അതായത് എന്താണ് പറയുന്നത്? ആദ്യം കിടക്കുന്ന സംഖ്യ 456, രണ്ടാമത് കിടക്കുന്നത് 900 അല്ലേ, 99. അപ്പൊ ഈ 99ന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ 99നെ നമ്മൾ 100 ആക്കിയിട്ട് അതിന്റെ കൂടെ ഒരു പ്ലസ് 1 കൂടെ ആഡ് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് അതിന്റെ 456ന്റെ കൂടെ ആ 1 ആഡ് ചെയ്തിട്ട് 457 എഴുതിയിട്ട് ഈ 100നെ, അതായത് ഈ 1 ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ 100 അല്ലേ ഉള്ളു, ആ 100നെ 457 മൈനസ് ചെയ്യുന്നു. അടുത്ത കാര്യം നമ്മുടെ എക്സാമ്പിളും അതുപോലെ തന്നെയാണ്. നോക്കിക്കേ, 4962 മൈനസ് 999. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 4962 അതുപോലെ എഴുതി ഇതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? 1000 പ്ലസ് 1 അല്ലേ, അതായത് അടുത്ത 1000 ആണല്ലോ, 1000 പ്ലസ് 1. ഇനി ഇതിനെ തമ്മിൽ ആഡ് ചെയ്യില്ലേ? 4962 പ്ലസ് 1 അപ്പൊ 4963 മൈനസ് 1000 എന്ന് വരും. ഇങ്ങോട്ട് എത്ര വരും? 3960. ഇവിടെ നോക്കണം, നമ്മൾ ഇവിടെ സംഖ്യ വരുവാണെങ്കിൽ 9000 കഴിഞ്ഞാൽ അടുത്ത ഏതാ നമുക്ക് അറിയില്ലേ? 1000 ആണ്.
അല്ലെ 99 എന്ന് പറഞ്ഞാൽ 10,000 ആണ്. അതിന്റെ കൂടെ നമ്മൾ +1 ആഡ് ചെയ്യുന്നു. ആ ആഡ് ചെയ്യുന്ന പ്ലസിനെ നമ്മൾ ആദ്യം കിടക്കുന്ന എയുടെ കൂടെ അവിടെയും എക്സസൈസ് ഉണ്ട്. എക്സസൈസ് ആദ്യം കിടക്കുന്ന ആ ഫസ്റ്റ് എക്സസൈസ് നമ്മൾ എന്ത് ചെയ്യണം, ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. ഇനി അടുത്തെന്ന് വെച്ചാല് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഹോൾ നമ്പേഴ്സ്. ഇപ്പൊ നമ്മൾ അഡിഷൻ പഠിച്ചു, സബ്ട്രാക്ഷൻ പഠിച്ചു, ഇനി മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഹോൾ നമ്പേഴ്സ് എന്താ നോക്കാം. ഇപ്പൊ ടെക്സ്റ്റിൽ കണ്ടോ ഒരു 4 നോക്കിക്കേ. ലെറ്റ് us consider 4 bundles each consisting of 3 sticks. 4 ബണ്ടിൽസ് നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ ഓരോ ബണ്ടിലും 3 സ്റ്റിക്കും ഉണ്ട് ഇല്ലേ. അപ്പൊ നമ്മൾ എങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റിക്ക് എന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ എഴുതാം, 3 4 എണ്ണം ഇല്ലേ, 4 ബണ്ടിലുണ്ട്. അപ്പൊ 4 ബണ്ടിലും 3 വെച്ചിട്ടുണ്ട്. അപ്പൊ 4 ബണ്ടിലുണ്ട്, 4 ബണ്ടിലും 3 വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ നമ്പർ എത്ര, ആ സ്റ്റിക്ക് എത്ര എങ്ങനെ എഴുതാം, 3 + 3 + 3 + 3 അല്ലേ. 4 ബണ്ടിലേ 1 2 3 4 4 ബണ്ടിലും 3 സ്റ്റിക്ക് വെച്ചുണ്ട്. നമുക്ക് കിട്ടും ഇല്ലേ. എത്രയാണ് 12 നമുക്ക് കിട്ടുന്നു. നമുക്ക് ആദ്യം നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് 4 ബണ്ടിൽ ഓഫ് സ്റ്റിക്ക് വന്നിരിക്കുന്ന ആ 4 ബണ്ടിലും ഓരോ ബണ്ടിലും 3 സ്റ്റിക്ക് വെച്ചുണ്ട്. അപ്പൊ അത് നമ്മൾ മൊത്തം ടോട്ടൽ കാണാൻ എല്ലാം കൂടെ കൂട്ടിയിട്ട് ആൻസർ എടുക്കും. നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം, ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റിക്ക് എന്ന് വെച്ചാൽ 4 × 3 എടുക്കണം, 4 × 3. അപ്പൊ എന്താണ് ഈ 3 നമുക്ക് 4 ടൈംസ് എഴുതിയപ്പോഴാണ് നമുക്ക് 12 കിട്ടിയത്. അതുകൊണ്ട് 4 ബണ്ടിൽ ഉള്ളത് കൊണ്ടാണ് നമ്മൾ 4 തവണ നമ്മൾ 3 എഴുതിയത്. അത് നമുക്ക് എന്ത് ചെയ്യാം, 4 × 3 നമ്മൾ എഴുതിക്കൂടെ. 3 4 പ്രാവശ്യം ഇൻഡ് ചെയ്താൽ പോലെ ആൻസർ എത്ര കിട്ടും, 12 തന്നെ കിട്ടും. 4 × 3 = 12. അപ്പൊ നമ്മൾ ഇങ്ങനെ കൂട്ടി ഓരോന്നും കൂട്ടി എഴുതുന്നതിന് പകരം നമുക്ക് 4 ബണ്ടിൽ ഉണ്ടെന്ന് അറിയാം. 4 ബണ്ടിലും 3 സ്റ്റിക്ക് വെച്ചുണ്ടാകും. ഇപ്പൊ 4 × 3 എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആൻസർ കിട്ടുന്നു. അപ്പൊ അടുത്ത് നോക്കിയാൽ കൺസിഡർ 6 പാക്കറ്റ് ഓഫ് 5 ബോൾസ് ഇല്ലേ. 5 ബോൾസിന്റെ എത്ര പാക്കറ്റ് ഉണ്ട്, 6 പാക്കറ്റ് ഉണ്ട്. അപ്പൊ നമ്മളിങ്ങനെ എഴുതാൻ നടക്കണം. 6 പാക്കറ്റ് ഉണ്ട് ഇല്ലേ, 5 ബോൾ വെച്ചിട്ട് 6 പാക്കറ്റ്. നമുക്ക് എന്ത് ചെയ്താൽ മതി, 6 × 5 എന്ന് ചെയ്താൽ മതി, നമുക്ക് ആൻസർ കിട്ടും. മനസ്സിലായോ? ഇനി ഈ follows that multiplication is repeated addition ഇല്ലേ. മൾട്ടിപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ അഡീഷൻ റിപ്പീറ്റ് ചെയ്യുന്നതാണ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. If the numbers are small, we can perform the operation of multiplication mentally as above and find product. നമുക്ക് സ്മാൾ നമ്പേഴ്സ് ആണ് കിട്ടുന്നത്. ഇപ്പൊ 4 × 3 ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മൈൻഡിൽ കിട്ടിയാൽ നമുക്ക് എന്ത് പറയാം, 4 × 3 = 12 എന്ന് പറയാം. അല്ലെങ്കിൽ 6 × 5 നമുക്ക് എന്ത് പറയാം, 6 × 5 = 13 നമുക്ക് മൈൻഡിൽ കിട്ടിയാൽ നമുക്കത് പറയാൻ പറ്റും. ലാർജ് നമ്പർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഉപയോഗിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തെടുക്കും അല്ലേ. ഈ പ്രോപ്പർട്ടീസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഓൺ ഹോൾ നമ്പേഴ്സ് നോക്കിക്കേ. അതായത് ഇപ്പം a × b എന്ന് പറയുന്ന 2 നമ്പർ നമുക്ക് തന്നിരുന്നാൽ a b എന്ന് പറയുന്ന 2 നമ്പർ തന്നേക്കുന്നു. അപ്പൊ നമ്മൾ a and b are ഹോൾ നമ്പേഴ്സ്. then a × b is also a ഹോൾ നമ്പർ. a യും b യും ഹോൾ നമ്പർ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും, ഒരു ഹോൾ നമ്പർ തന്നെ ആയിരിക്കും. നോക്കിക്കേ. ഇപ്പൊ 9 × 9 എന്ന് പറഞ്ഞൊരു ഹോൾ നമ്പർ ആണ്, 8 ഹോൾ നമ്പർ ആണ്. അപ്പൊ 9 × 8 എന്ന് പറഞ്ഞ ആൻസർ എത്രയാണ്, 72. 72 എന്ന് പറഞ്ഞ ഹോൾ നമ്പർ അല്ലേ, ആണ് ഹോൾ നമ്പർ ആണ് അല്ലേ. ഇനി അടുത്ത സംഖ്യ 12 × എത്രയാണ്, 12 × 7 ആണ്. 12 × 7 = എത്രയാണ്, 84 ഇല്ലേ. 84 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ഒരു ഹോൾ നമ്പർ ആണ്. അടുത്ത എത്രയാണ്, 16 × 10. 16 × 10 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം 116. അതും എന്താണ്, ഒരു ഹോൾ നമ്പർ തന്നെയാണ്. അപ്പൊ പ്രോപ്പർട്ടീസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ആദ്യം a b എന്ന് പറയുന്ന 2 ഹോൾ നമ്പർ തന്നിരുന്നാൽ a × b എന്ന് പറഞ്ഞാൽ ആൾസോ എ ഹോൾ നമ്പർ, അതൊരു ഹോൾ നമ്പർ തന്നെ ആയിരിക്കും. അടുത്ത ക്യൂമുലേറ്റീവ് ലോ എന്ന് വെച്ചാൽ എന്താ, if a and b are any 2 whole numbers then a × b is equal to b × a. നമ്മൾ അഡീഷനിൽ പറഞ്ഞതുപോലെ തന്നെയാണ്. എന്താണ്, a × b എന്ന് പറഞ്ഞാലും b × a എന്ന് പറഞ്ഞാലും ആൻസർ ഒന്ന് തന്നെയായിരിക്കും ഇല്ലേ. ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം 7 × 5 ആൻസർ 35 ആണ്. അതുപോലെ 5 × 7 എന്ന് പറഞ്ഞാൽ ആൻസർ ഇത് തന്നെയാണ്, 35 തന്നെ ആണ്. അതാണ് നമ്മൾ ആദ്യം പറയാം, a × b പറഞ്ഞാലും b × a പറഞ്ഞാലും നമുക്ക് കിട്ടുന്ന ആൻസർ രണ്ടും ഈക്വൽ ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? ഓക്കെ. In general, commutative law of multiplication hold in whole numbers. അല്ലേ, ഹോൾ നമ്പേഴ്സിനാണ് നമ്മൾ എന്ത് തന്നെ ഈ commutative law അപ്ലൈ ചെയ്യുന്നത്. ഇനി മൾട്ടിപ്ലിക്കേറ്റീവ് പ്രോപ്പർട്ടി ഓഫ് 0 നമ്മൾ നേരത്തെ അഡീഷനിലും സബ്ട്രാക്ഷനിലും 0 വരുന്ന കാര്യം നമ്മൾ സ്റ്റഡി ചെയ്താണ്. അപ്പൊ അതുപോലെ മൾട്ടിപ്ലിക്കേഷനിലും 0 വരുന്നതിനെ കുറിച്ച് നോക്കാം. ഓക്കെ. For every whole number a, we have a × 0 is equal to 0 × a
0. അതായത് a into 0 എന്ന് പറഞ്ഞാലും 0 into a എന്ന് പറഞ്ഞാൽ ആൻസർ എത്ര 0 തന്നെയാണ്. അപ്പൊ അതായത് ഏതൊരു സംഖ്യയുടെ കൂടെ നമുക്ക് എന്താണ് 0 ഇൻറ്റു ചെയ്താലും ആൻസർ 0 ആണ്. 0യുടെ കൂടെ ഏതൊരു സംഖ്യ ഇൻറ്റു ചെയ്താലും ആൻസർ 0 തന്നെയാണ്. ക്ലിയർ ആയില്ലേ 0 വെച്ചിട്ട് ചെയ്യുന്നത്? ഇപ്പൊ 37 into 0 എന്ന് പറഞ്ഞാൽ ആൻസർ എത്ര ആയിരിക്കും? 37 into 0 എന്ന് പറഞ്ഞാൽ ആൻസർ 0 ആണ്. 0 into 37 എന്ന് പറഞ്ഞാൽ ആൻസർ എത്ര തന്നെയാണ്? 0 തന്നെ ആണ്. അതൊക്കെ മൾട്ടിപ്ലിക്കേറ്റീവ് പ്രോപ്പർട്ടി ഓഫ് 1. ഈ 1 ഇട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നെങ്കിൽ, അതായത് ഏതെങ്കിലും ഒരു സംഖ്യയുടെ കൂടെ നമ്മൾ 1 ഇൻറ്റു ചെയ്യുന്നു, അതായത് a into 1, നമ്മുടെ ആൻസർ എന്താ വരുന്നത്? a തന്നെയാണ് വരുന്നത്. 1 into a എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ a തന്നെയാണ്. അല്ലേ? അപ്പൊ എയുടെ കൂടെ ഏതൊരു എയുടെ കൂടെ 1 ആഡ് ഇൻറ്റു ചെയ്താലും 1ന്റെ കൂടെ a ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ a തന്നെയാണ്. ഫോർ എക്സാമ്പിൾ 8 into 1 equal to 8 തന്നെയാണ്. 1 into 8 എന്ന് പറഞ്ഞാൽ ആൻസർ എത്ര? 8 തന്നെയാണ്. അതുപോലെ 76 into 1 എത്രയാണ് ആൻസർ? 76. ഈ 1 into 76 എന്ന് പറഞ്ഞാൽ ആൻസർ എത്ര തന്നെയാണ്? 76 തന്നെയാണ്. റെഡിയായില്ലേ? ഇനി അടുത്ത നോക്കിക്കേ. ഡിസ്ട്രിബ്യൂട്ടീവ് അസോസിയേറ്റീവ് ലോ ഓഫ് a b c are any whole numbers then a into b into c a into b into c. അതായത് എന്താണ് ബ്രാക്കറ്റിന്റെ അകത്തിട്ട് പറയുന്നു a into b 3 സംഖ്യ തന്നാൽ into c, പിന്നെന്താണ് a b into c. അതായത് 3 സംഖ്യ തന്നാൽ ആദ്യം 2 സംഖ്യ ഇൻറ്റു ചെയ്യുക, അതിന്റെ കൂടെ മൂന്നാമത്തെ സംഖ്യ ഇൻറ്റു ചെയ്യുക, അല്ലെങ്കിൽ ആദ്യത്തെ സംഖ്യ അവിടെ ഇട്ടിട്ട് രണ്ടാം 3 സംഖ്യകൾ ഇൻറ്റു ചെയ്തെടുക്കുക. അങ്ങനെ ചെയ്താലും ഇങ്ങനെ ഇത് 2 ചെയ്താലും ആൻസർ നമുക്ക് എന്ത് തന്നെയായിരിക്കും? 2ൽ നിന്ന് കിട്ടുന്ന ആൻസറും 1 തന്നെയായിരിക്കും. എക്സാമ്പിൾ നമുക്ക് നോക്കാം. 3 സംഖ്യ തന്നേക്കുന്നു. എത്രയൊക്കെയാണ് നോക്കേ? 9, 7, 10. നമ്മൾ ആദ്യം നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായിരുന്നു? a into b into c a into b into c. ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് എഴുതാം. എങ്ങനെ എഴുതാം? 9 into 7 into 10. നമുക്ക് അങ്ങനെ ആൻസർ വരും. ആദ്യം നമ്മൾ 9 into 7 എഴുതാം. 9 into 7 into 10 എന്നാണ് വരുന്നത്. അപ്പൊ എന്താണ്? 63 into 10. അപ്പൊ നമുക്കൊരു ആൻസർ എന്താണ്? 630 എന്ന് ആൻസർ വരും. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അല്ലേ? a വെളിയിൽ എഴുതി 9 into 7 into 10. അപ്പോൾ എത്ര വരും? 9 into 7 into 10 എത്രയാണ്? 70 equal to 630. അപ്പൊ 2 രീതിയിൽ നമ്മൾ ചെയ്താലും ഇല്ലേ, ഏത് രീതിയിൽ ചെയ്താലും നമുക്ക് ആൻസർ എന്ത് തന്നെ വരും? 630 തന്നെ വരും. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ a into b into c ചെയ്താലും b ബ്രാക്കറ്റിന് വെളിയിട്ട് a ബ്രാക്കറ്റിന് വെളിയിട്ട് b into c ചെയ്താൽ നമുക്ക് 2ൽ നിന്ന് കിട്ടുന്ന ആൻസർ എന്ത് തന്നെയാണ്? 1 തന്നെ ആണ്. ഇനി അടുത്ത ലോ നോക്കിക്കേ. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് അഡീഷൻ. മൾട്ടിപ്ലിക്കേഷനും അഡീഷനും വേണം. അപ്പൊ നമുക്ക് 3 സംഖ്യ തന്നിരിക്കുന്നു. 16, 9, 8. അപ്പൊ നോക്കി ആദ്യം നമ്മൾ എന്ത് ചെയ്യാം? ഇക്വേഷൻ എങ്ങനെയാണ്? a into b plus c എന്നും പിന്നെ എങ്ങനെയാണ്? ഈക്വൽ ടു a into b into c എന്നാണ് നമുക്കുള്ള ഇക്വേഷൻ. അത് നമ്മൾ എന്ത് ചെയ്യണം? a ആത്ര 16 16 into b 9 plus 8. അപ്പൊ 16 into 9 plus 8 എത്ര? 9 plus 8 എന്ന് പറയുമ്പോഴത്തേനും 17 അല്ലേ? 70. അങ്ങനെ അതിനെ കൂടെ ഇൻറ്റു ചെയ്ത് എത്ര വരും? 272. ആ ഇക്വേഷനിലൂടെ നമ്മൾ ചെയ്തു കൊടുത്തു. 16 a into b plus c 9 plus 8. അപ്പൊ ആദ്യം 9 plus 8 17 വരും. 60 അതുപോലെ ഈ 16 17 കൂടെ ഇട്ട് ചെയ്യുമ്പോഴാണ് 272 നമുക്ക് കിട്ടുന്നത്. ഇത് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് എന്ത് ചെയ്യാം? നോക്കിക്കേ, ഈ ഇക്വേഷനിലോട്ട് ഇട്ട് കൊടുക്കാം അല്ലേ? 60 into 9 a plus b into അല്ലേ? പ്ലസ് ആണ് ഇത് വരുന്നത്. പ്ലസ് a plus b a into b plus b into c b into ആൻസർ നോക്കണം. 60 into 9 എത്ര വരും? 60 into 9 എന്ന് പറഞ്ഞാൽ 100
8. ആൻസർ എത്ര വന്നു? 272. അപ്പൊ നമ്മള് ഈ ഇക്വേഷൻ ചെയ്താലും a into b plus c ചെയ്താലും a into b plus b into c ചെയ്താലും നമുക്ക് കിട്ടുന്ന ആൻസർ രണ്ടും 272 തന്നെ. കോമൺ ആയിട്ടുള്ള ആൻസറാണ് നമുക്ക് കിട്ടുന്നത്. കറക്റ്റ് ആണല്ലേ? ഈ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഓവർ സബ്സ്ട്രാക്ഷൻ. നമുക്ക് സബ്സ്ട്രാക്ഷൻ ചെയ്ത് നമ്മൾ മൾട്ടിപ്ലിക്കേഷനിലെ പ്ലസ് ആയിട്ട് ചെയ്യുന്നത്. ഇനി ഇതിനെ തന്നെ നമുക്ക് എന്താണ് മൾട്ടിപ്ലിക്കേഷനും സബ്സ്ട്രാക്ഷനും കൂടെ ചെയ്യാം. എങ്ങനെയാണ് നോക്കേ? പറഞ്ഞു a into b minus c. നേരത്തെ നമ്മൾ പ്ലസ് ആകുന്നത് മൈനസ് ആക്കി കൊടുക്കുന്നു. പിന്നെ എന്താണ് a into b minus b into c. അപ്പൊ നേരത്തെ പ്ലസ് ഇട്ടിട്ടല്ല നമ്മളിപ്പോൾ മൈനസ് ആക്കി കൊടുക്കുന്നു. അതേയുള്ള അതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്. ഇപ്പൊ എന്താണ് 11 നമുക്ക് തന്നെ സംഖ്യ 11 6 4 എന്നാണ്. ഇപ്പൊ 11 6 4 എന്ന് പറഞ്ഞാൽ ആ നമ്മൾ ഈ ഇക്വേഷനിലോട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. 11 into 6 minus 4. ആൻസർ എത്ര വരും? 11 into 6 minus 4 വെച്ചാൽ എത്ര? 2. So 11 into 2 is equal to 22. അത് ഈ ഇക്വേഷൻ നമുക്ക് ഇട്ട് കൊടുക്കാം അല്ലേ? a into b minus b into c. 11 into 6 66 minus 6 into 4 24. അല്ലേ? ഈക്വൽ വരും നമുക്ക്. ഈക്വൽ ആയിട്ട് ആൻസറും 22 തന്നെ വരും. അപ്പൊ കണ്ടാ രണ്ടിന്റെയും ആൻസർ. അപ്പൊ a into b minus c ചെയ്താലും a into b minus b into c ചെയ്താലും നമുക്ക് കിട്ടുന്ന ആൻസർ കോമൺ ആയിട്ടുള്ള ആൻസർ ഈക്വൽ ആണ് 22 എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇനി നമുക്ക് അടുത്ത എക്സാമ്പിൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻ നോക്കിയേ. 197 into 54 എന്നാണ് വന്നേക്കുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യണം? 1 അത് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് അഡീഷണൽ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ആണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. 197 പിന്നെ എന്താണ് ഇൻറ്റു തന്നെയാണ്. 197 ഇൻറ്റു ഈ 54 നമുക്ക് 50 എന്നും എന്തെങ്കിലും എഴുതാം 4 എന്നും എഴുതാം. 50 എന്നും എഴുതാം 4 എന്നും എഴുതാം. നമുക്ക് ആദ്യം ഇനി 197 into 50 plus ഇല്ലേ 197 into 50 plus 197 into 4. നമ്മൾ എന്തോ ഇത് ആദ്യം നമുക്ക് തന്നെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോയിൽ നമ്മൾ അതിനെ മാറ്റി ചെയ്ത് അതായത് 54 50 plus 4 എന്നാക്കി ഈ 197 കൊണ്ട് 50യെ ഇൻറ്റു ചെയ്തു 197 കൊണ്ട് 4നെയും ഇൻറ്റു ചെയ്തു. അപ്പൊ 197 into 50 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എത്ര ആൻസർ കിട്ടും? 9850 plus 197 into 4 കഴിയുമ്പോൾ എത്ര കിട്ടും? 788. അപ്പൊ നമുക്കൊരു ആൻസർ കിട്ടും. എത്രയാണ്? 10,688. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് ലോയുടെ ഇക്വേഷനിലോട്ട് മാറ്റിയിട്ട് എഴുതുന്നത് 197 into 54 എന്ന് പറഞ്ഞാൽ ആദ്യം 197 അതുപോലെ നിലനിർത്തി 54 നമ്മൾ 50 plus 4 എന്നാക്കി 197 കൊണ്ട് 50യെ ഇൻറ്റു ചെയ്യുന്നു 197 കൊണ്ട് 4നെ ഇൻറ്റു ചെയ്യുന്നു. അപ്പൊ നമുക്ക് രണ്ട് ആൻസർ കിട്ടും. അതിന് നമ്മൾ ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്കൊരു കോമൺ പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് കോമൺ ആൻസർ കിട്ടും. In order to multiply 197 by 54, we find the product 197 into 4 and 197 7 and another. നമ്മൾ എന്താണ് ഇത് ചെയ്തത്? നമ്മൾ ചെയ്തത് 197 into 50 197 into 4 അത് രണ്ടും കൂടെ ചേർത്ത് നമുക്ക് കിട്ടിയ പ്രോഡക്റ്റ് ആണ് നമ്മൾ ആഡ് ചെയ്തത്. പിന്നെ മൊത്തം പ്രോഡക്റ്റ് കണ്ടുപിടിച്ചത്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? ഇനി നമ്മൾ ഇത്രയും ഇങ്ങനെ ചെയ്യാതെ 197 into 4 എന്ന് ചെയ്താലും നമുക്ക് എന്താണ് ഈ ആൻസർ തന്നെ വരും. 10,638 തന്നെ വരും. നമ്മൾ ചെയ്ത് നോക്കിയാൽ മതി. ഇങ്ങനെ ഇത് ചെയ്ത് ഇല്ലേ ഇങ്ങനെ ഇക്വേഷൻ അതായത് ഇങ്ങനെ ആ ഇക്വേഷനോട് ഇട്ട് ചെയ്യാതെ 197 into 4 ചെയ്താൽ നമുക്ക് ഈ ഒരു ആൻസർ തന്നെ എത്തിച്ചേരാൻ പറ്റും. ഓക്കെ, ഇത്ര ക്ലിയർ ആയോ? അപ്പൊ അടുത്ത മൾട്ടിപ്ലൈ 2056 എന്ന് പറഞ്ഞാലും 57 into 2056 into എത്രയാണ് തന്നിരിക്കുന്നത്? 87. അതിനെ നമുക്ക് എന്താണ് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ ആൻസർ കിട്ടും. എത്ര കിട്ടും? 17,072. ഈ ഒരു ഉത്തരം ഇങ്ങനെ എഴുതാൻ നമ്മൾ നേരത്തെ ഇക്വേഷൻ ഇട്ട് റിലീവ് ചെയ്തില്ലേ? അതായത് 256നെ 8 കൊണ്ടും ഇല്ലേ 256നെ 80 കൊണ്ടും 256നെ 7 അങ്ങനെ ഡുപ്ലി വെച്ചിട്ട് ഇക്വേഷനിലോട്ട് ഇട്ട് നമുക്ക് ചെയ്യാം. ഈ ഒരു രീതിയിൽ അതിനെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ഓക്കെ, അപ്പൊ ആ എക്സസൈസ് ഡിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് 1ഉം 2ഉം ഹോംവർക്ക് ആണ്. ഹോൾ നമ്പർ
number 54. Division is the inverse operation of multiplication. Multiplication ന്റെ ഒരു inverse operation ആണ് എന്ന് പറയുന്നത് division എന്ന് പറയുന്നത്. Let a and b the two whole numbers. Dividing a by b means finding a whole number c such that b into c is equal to a. അപ്പോൾ എന്താണ് പറയുന്നത്? രണ്ട് whole number തന്നിരിക്കുന്നു a യും b യും. a യെ b കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? നമ്മൾ പുതിയൊരു ഹോൾ നമ്പർ കണ്ടുപിടിക്കുക. നമുക്ക് പുതിയൊരു ഹോൾ നമ്പർ ആൻസർ ആയിട്ട് കിട്ടുന്നു എന്നാണ് അതിന്റെ അർത്ഥം അല്ലേ? എന്താണ് a by b ഡിവൈഡ് ചെയ്യാൻ പോലെ നമുക്ക് അതിന്റെ അർത്ഥം എന്താ? പുതിയൊരു ഹോൾ നമ്പർ നമ്മൾ കണ്ടുപിടിക്കുന്നു c എന്ന് പറയുന്നത് ഇല്ലേ? അപ്പൊ നമുക്ക് a കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? b into c എന്ന് ചെയ്താലും മതി ഇല്ലേ? അങ്ങനെ ചെയ്താൽ നമുക്ക് എന്താണ് ആൻസർ എന്ന് കിട്ടും. a കണ്ടുപിടിക്കാൻ ഈ b യും c യും കൊണ്ട് തമ്മിൽ ഗുണിച്ചാൽ മതി. നമ്മൾ ആദ്യമേ പറഞ്ഞു എന്താണ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്? എന്താണ് മൾട്ടിപ്ലിക്കേഷൻ അല്ല, സോറി, ഡിവിഷൻ എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷന്റെ ഒരു ഇൻവേഴ്സ് പ്രോസസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ എയും ബിയും തമ്മിൽ ഡിവൈഡ് എ ബൈ ബിനെ ഡിവൈഡ് ചെയ്യാന്ന് പറയാനായിട്ട് നമ്മൾ സി എന്ന് പറയുന്ന ഒരു ഹോൾ നമ്പർ കണ്ടുപിടിക്കുന്നു. ആ ബിയും സിയും തമ്മിൽ ഇൻറ്റു ചെയ്ത് നോക്കിയാൽ നമുക്ക് എ എന്ന് പറയുന്ന ആൻസർ കിട്ടും അല്ലേ? അപ്പോൾ എന്താണ് എ ബൈ ബി ഈക്വൽ ടു എ ഡിവൈഡഡ് ബൈ ബി ഈക്വൽ ടു സി. എ എന്ന് പറയുന്ന ഹോൾ നമ്പറും ബി എന്ന് പറയുന്ന ഹോൾ നമ്പർ തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് സി എന്ന് പറയുന്ന പുതിയൊരു ഹോൾ നമ്പർ കിട്ടും. ഇത്രയും കാര്യം മനസ്സിലായോ? എന്താ നമ്മൾ പറഞ്ഞത്? ഡിവിഷൻ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷന്റെ ഒരു ഇൻവേഴ്സ് പ്രോസസ് ആണ്. ഡിവൈഡ് എ ബൈ ബി എന്ന് വെച്ചാൽ എന്താ? നമുക്ക് പുതിയ എ എന്ന് പറഞ്ഞ സംഖ്യ ബി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് സി എന്ന് പറയുന്ന പുതിയൊരു ഹോൾ നമ്പർ കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് എ കാണാനായിട്ട് ആ കിട്ടുന്ന ഹോൾ നമ്പറിനെയും തന്നിരിക്കുന്ന ബി എന്ന് പറഞ്ഞ സംഖ്യയും കൂടെ ഇൻറ്റു ചെയ്താൽ മതി. ഇത് നമുക്ക് പറയാം എ ഡിവൈഡഡ് ബൈ ബി ഈക്വൽ ടു സി എന്ന് പറയാം. ഇങ്ങനെ എഴുതാല്ലേ? എ ബൈ ബി ഈക്വൽ ടു സി. ഇങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് എഴുതത്തില്ലേ? എഴുതും. പിന്നെ നമുക്ക് എ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? ബി ഇൻറ്റു സി. ബിയെ സിയെയും കൂടെ ഇൻറ്റു ചെയ്താൽ മതി നമുക്ക് എ എന്ന് പറയുന്നത് ഹോൾ നമ്പർ കണ്ടുപിടിക്കാം. Okay, dividing 48 by 8 is the same as finding a whole number which when multiplied by 8 given 48. അപ്പോൾ എന്താണ്? അപ്പോൾ 48 divided by നമ്മുടെ ക്വസ്റ്റ്യൻ എത്ര? 48 ഇല്ലേ? 48 divided by 8 എന്ന് തന്നിരിക്കുന്നു. നമ്മൾ ആൻസർ എഴുതും. ആൻസർ നമുക്ക് എത്ര കിട്ടുന്നത്? എത്ര? 6 ആണല്ലേ? ആൻസർ 6 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ 48 എന്ന് പറയുന്നത് എ ആണ്, 8 എന്ന് പറഞ്ഞാൽ ബി ആണ്. നമുക്ക് കിട്ടിയ ആൻസർ സി ആണ് അല്ലേ? ഇതാ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 48 divided by 8. ഇത് എ, ഇത് ബി. നമുക്ക് ആൻസർ കിട്ടി 6. അതാണ് സി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ എ കാണാൻ ഈ 48 ആണ്. നമുക്ക് എന്ത് ചെയ്താൽ മതി? 8 into 6 എത്രയാണ്? 48 തന്നെയാണ്. അപ്പോൾ നമ്മൾ എ കണ്ടുപിടിക്കാൻ ബിയും സിയും കൂടെ ഇൻറ്റു ചെയ്തു. നമുക്ക് കിട്ടുന്ന ഉത്തരം അല്ലെങ്കിൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ഉത്തരം 48 divided by 8 is equal to 6 എന്ന് നമുക്ക് കിട്ടിയാൽ ആ 6 തന്നെ ആണോ എന്ന് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് തന്നെ ആണോ നമുക്ക് അറിയത്തില്ല. ആൻസർ അതാണോ അല്ലെങ്കിൽ എനിക്ക് സംശയമുണ്ടെന്ന് തോന്നിയാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ബി എന്ന് പറയുന്ന സംഖ്യയും രണ്ടാം പറയുന്ന സംഖ്യയും നമ്മുടെ ആൻസറിനെ കൂടെ ഇൻറ്റു ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് തന്നേക്കുന്ന ക്വസ്റ്റ്യൻ 48 കിട്ടുവാണെങ്കിൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് എന്താണ് റൈറ്റ് ആണ് നമുക്ക് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. 6/9. ക്വസ്റ്റ്യൻ 63 divided by 9. നമുക്ക് എത്ര ആൻസർ കിട്ടും? മൾട്ടിപ്ലിക്കേഷൻ ടേബിളൊക്കെ ഓർമ്മയില്ലേ? അപ്പോൾ അതിനെ ഇത് വെച്ചിട്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടും? 7 കിട്ടും. ഇങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം അല്ലേ? ഇങ്ങനെ നോക്കും. 9 എത്ര പ്രാവശ്യം 61 വരുമെന്ന് നോക്കുക. നമുക്ക് എത്ര പ്രാവശ്യം വരും? 7 പ്രാവശ്യം വരും. ഇങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. എത്ര? 84 divided by 40 ആണ് ഉത്തരം. നമ്മളപ്പോൾ എന്ത് ചെയ്ത് നോക്കും? ഇങ്ങനെ ചെയ്യാം നമുക്ക്. ഇങ്ങനെ 84 divided by 40. അപ്പോൾ 40 എത്ര പ്രാവശ്യം 84 വരുമെന്ന് നോക്കുക. പ്രാവശ്യം വരും 6 ഇല്ലേ? 8 പ്രാവശ്യം 6 പ്രാവശ്യം വരും. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? നമ്മൾ ആദ്യം പറഞ്ഞു ഡിവിഷൻ എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ഒരു ഇൻവേഴ്സ് പ്രോസസ് ആണ്. രണ്ട് സംഖ്യകൾ ഡിവൈഡ് ചെയ്യാൻ തന്നിരിക്കുന്നു. എയും ബിയും തന്നിരുന്നാൽ എ നമ്മൾ ബി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് സി എന്ന് പറയുന്ന ഒരു ഹോൾ നമ്പർ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയ ഈ എ എന്ന് പറയുന്ന ആൻസർ കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾക്ക് ഈ എ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ തന്നിരിക്കുന്ന ബിയും സിയും കൂടെ ഇൻറ്റു ചെയ്താൽ മതി. നമ്മൾ പറഞ്ഞത് തന്നെ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ഇൻവേഴ്സ് പ്രോസസ് ആണ്. അതുകൊണ്ട് തന്നെ ബിയും സിയും കൂടെ നമ്മൾ ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എ എന്ന് പറയുന്ന ആൻസർ കിട്ടും. നമ്മൾ ചെയ്ത എന്താണ്? ഡിവിഷൻ ശരിയാണോ എന്ന് അറിയാൻ നമുക്ക് കിട്ടുന്ന ആൻസർ അറിയാം. ബി എന്ന് പറയുന്ന സംഖ്യയുമായിട്ട് നമുക്ക് ഇൻറ്റു ചെയ്ത് നോക്കും. നമ്മുടെ ആൻസർ കിട്ടുന്നെങ്കിൽ എന്താണ്? നമ്മുടെ ഉത്തരം ശരിയാണെന്ന് പറയാം. പിന്നെ നമുക്ക് ഈ ഒരു രീതിയിലും ഡിവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞു അല്ലേ?
division algorithm. നോക്കിക്കേ, suppose 75 is divided by 9, then the quotient is 8 and the remainder is 3. Clearly 75 is equal to 9 into 8 plus 3 എന്ന് പറയും അല്ലേ. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നു 75 divided by 9. ഇതാണ് 75 divided by 9. അപ്പോൾ നമ്മൾ നോക്കും 90ൽ 75 എത്ര പ്രാവശ്യം അടങ്ങുമെന്ന് നോക്കും. ഇത് എത്ര പ്രാവശ്യം അടങ്ങും പറഞ്ഞേ? ആ അടങ്ങത്തില്ലേ? 9 into 8 72 വരുന്നതാണ്. 9ൻ്റെ കൂടെ നമ്മൾ 8 ഇൻറ്റു എവിടെയെങ്കിലും നമ്മൾ 9ലെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നോക്കുമ്പോൾ എത്രയാണ്? 9 into 8 are 1. അങ്ങനെ നമ്മൾ നോക്കി പോകുമ്പോൾ 8ലെത്തുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 72 എന്ന് പറയുന്ന ആൻസർ കിട്ടും. അത് കഴിഞ്ഞ് നമ്മൾ 9ലോട്ട് പോകുമ്പോൾ എത്ര സംഖ്യ 75നേക്കാളും കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ 72 കൊണ്ട് ഇപ്പോൾ 9 into 8 എത്രയാണ്? 72 എന്ന് പറയുന്നത്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ സംഖ്യ കൂടി പോകും. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ച് നിർത്തുവാണ്. നമുക്ക് മൈനസിൽ 3 കിട്ടി. 75 72 പറയുമ്പോൾ 3 കിട്ടി. അപ്പോൾ നമുക്ക് 8 എന്ന് പറയുന്ന ആൻസറും കിട്ടി, 3 എന്ന് പറയുന്ന റിമൈൻഡർ ശിഷ്ടവും കിട്ടിയില്ലേ? ഇങ്ങനെ കിട്ടുന്നത് നമ്മൾ ശിഷ്ടമല്ലേ പറയുന്നത്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ എഴുതിക്കൂടെ? എങ്ങനെ എഴുതാം? ഈ 75 കിട്ടാൻ നമുക്ക് എന്ത് ചെയ്യാമെന്ന് പറയാം. എന്തൊക്കെ ചെയ്യാം? ഈ 9 into 8 എന്ത് ചെയ്യാം? ഇൻറ്റു ചെയ്യാം അല്ലേ? 9 into 8 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 72 എന്ന് കിട്ടും. അതിൻ്റെ കൂടെ ഈ സിസ്റ്റവും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ 75 എന്ന് പറയുന്ന ആൻസർ കിട്ടും. കിട്ടിയില്ലേ? ഇത് തന്നെയല്ലേ നമ്മൾ ഇവിടെ എഴുതി വെച്ചേക്കുന്ന 75നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 8 എന്ന് പറയുന്ന അല്ലേ ക്വസ്റ്റ്യൻ കിട്ടി, 3 എന്ന് പറയുന്ന റിമൈൻഡറും കിട്ടി, സിസ്റ്റവും കിട്ടി. നമുക്ക് 75നെ എങ്ങനെ കണ്ടുപിടിക്കാം? ഈ 9 into 8 72 plus 3. അപ്പോഴും എത്ര തന്നെ ഉത്തരം വരുന്നത്? 75. ഇതിനെ നമ്മൾ ഡിവിഷൻ അൽഗോരിതം എന്നാണ് പറയുന്നത്. ഡിവിഷൻ അൽഗോരിതം എന്ന് പറയും. അപ്പൊ എന്താണ്? നമുക്കൊരു സംഖ്യയില്ലേ ഡിവിഡൻഡ് ഉണ്ട്, അതിനുശേഷം നമുക്കൊരു ഡിവിസർ ഉണ്ട്. ഏത് സംഖ്യയാണോ എന്താണ് ഡിവൈഡ് ചെയ്യേണ്ടത്, നമുക്ക് ആദ്യം ഒരു ഉത്തരം കാണും അല്ലേ? കിട്ടുന്ന ഉത്തരമാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ ഏത് സംഖ്യയാണോ അല്ലേ ഡിവൈഡ് ചെയ്യാൻ പോകുന്നത് അതിനെ നമ്മൾ ഡിവിസർ എന്ന് പറയും. നമുക്ക് കിട്ടുന്ന ഉത്തരം എന്താണ്? ഉത്തരം എന്താണ്? നമുക്ക് കിട്ടുന്ന ഉത്തരം ക്വോഷ്യന്റ്, അതിന് കിട്ടുന്ന സിസ്റ്റം നമുക്ക് റിമൈൻഡർ എന്ന് പറയും. നമ്മുടെ ആ ഒരു ഏത് സംഖ്യയാണോ അതിനെ നമ്മൾ ഡിവിഡൻഡ് എന്ന് പറയും. അങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന സംഖ്യ നമ്മൾ എന്തെന്ന് പറയും? ഡിവിസർ എന്ന് പറയും. പിന്നെ എന്താണ്? നമുക്ക് കിട്ടുന്ന ആൻസർ ക്വോഷ്യന്റ്, നമുക്ക് കിട്ടുന്ന സിസ്റ്റം റിമൈൻഡർ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഇപ്പൊ 75നെ നമ്മളിപ്പോ ഇങ്ങനെ എഴുതിയില്ലേ? 75 is equal to 9 into 8 plus 3 എന്ന് എഴുതി. ഇത് 75 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ എന്താണ്? ഏത് സംഖ്യയാണ്? നമ്മൾ 75നെ നമ്മൾ എന്ത് ചെയ്തത്? 75നെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്തത്. അതുകൊണ്ട് 75 എന്ന് വെച്ചാൽ ഡിവിഡൻഡ് ആണ്. 9 എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിവിസർ ആണ്. ഇൻറ്റു 8 എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വോഷ്യന്റ് ആണ്. ക്വോഷ്യന്റ് എന്ന് പറയാൻ 8 ആണ് നമുക്ക് കിട്ടുന്നത് എന്ത്? ആൻസർ. അപ്പൊ അതാണ് എന്തെന്ന് പറയുന്നത്? ക്വോഷ്യന്റ് എന്ന് പറയുന്നത്. ഇനി 3 ആണ് നമുക്ക് കിട്ടിയ റിമൈൻഡർ സിസ്റ്റം അല്ലേ? അപ്പൊ ആൻസർ എങ്ങനെ വന്നു? 9 into 8 plus 3 എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ്. 70 ഡിവിഡൻഡ് ആണ്. 9 എന്ന് പറയുന്നത് ഡിവിസറും 8 എന്ന് പറയുന്നത് ക്വോഷ്യന്റും 3 എന്ന് പറയുന്നത് റിമൈൻഡർ. അപ്പൊ ഇതിനാണ് നമ്മൾ ഡിവിഷൻ അൽഗോരിതം എന്ന് പറയുന്നത്. ഇനി ഈവൻ ആൻഡ് ഓഡ് നമ്പേഴ്സ്, അതായത് ഈവൻ നമ്പേഴ്സും ഓഡ് നമ്പേഴ്സും നിങ്ങൾ പഠിച്ചിട്ടുള്ളതല്ലേ? ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ ഈവൻ നമ്പറും ഓഡ് നമ്പറും ഒക്കെ പഠിക്കുന്നതാണ്. എന്താ ഈവൻ നമ്പർ? ഈവൻ നമ്പർ എന്ന് വെച്ചാൽ എന്താ? ഈവൻ നമ്പർ വെച്ചാൽ എ ഹോൾ നമ്പർ ഡിവിസിബിൾ ബൈ 2 ഈസ് കാൾഡ് ആൻ ഈവൻ നമ്പർ. രണ്ടും കൊണ്ട് നമുക്ക് എന്താണ് സംഖ്യയെ ഡിവൈഡ് ചെയ്ത് പോവാമെങ്കിൽ അതിനെ നമ്മൾ ഈവൻ നമ്പർ എന്നാണ് പറയുന്നത് അല്ലേ? ഇപ്പൊ 0, 2, 4, 6 എല്ലാം നമുക്ക് രണ്ടും കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ? ഇതിനെല്ലാം നമുക്ക് രണ്ടും കൊണ്ട് ഡിവൈഡ് ചെയ്ത് പോകുമ്പോൾ നമുക്കൊരു ഹോൾ നമ്പർ കിട്ടുന്നുണ്ട് അല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള എന്താണ് ഈ ഹോൾ നമ്പർ ഡിവിസിബിൾ ബൈ 2 ഈസ് കാൾഡ് ആൻ ഈവൻ നമ്പർ. ഇങ്ങനെ രണ്ടും കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് പോകാൻ പറ്റുന്ന സംഖ്യകളെല്ലാം നമ്മൾ എത്ര എന്നാണ് പറയുന്നത്? ഈവൻ നമ്പർ, ഇരട്ട സംഖ്യകൾ എന്ന് പറയും. ഇപ്പൊ എത്ര? 2, 4, 6, 8, 10, 12 അങ്ങനെ 2 വെച്ച് കൂട്ടി പോകും. അപ്പൊ അതിനെല്ലാം നമ്മൾ ഈവൻ നമ്പേഴ്സ്, ഇരട്ട സംഖ്യകൾ എന്നാണ് പറയുന്നത്. എന്താ ഓഡ് നമ്പേഴ്സ്? എ ഹോൾ നമ്പർ വിച്ച് ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 2 ഈസ് കാൾഡ് ആൻ ഓഡ് നമ്പർ. അപ്പൊ നമുക്ക് രണ്ടും കൊണ്ട് ഡിവിഷൻ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള, അതായത് 1
ബൈ ടു ഹോൾ നമ്പർ കിട്ടുമോ ഡിവിഷൻ ചെയ്യുമ്പോൾ? ഇല്ല. 3/2 ഹോൾ നമ്പർ കിട്ടുമോ ഡിവിഷൻ ചെയ്യുമ്പോൾ? ഇല്ല. അപ്പൊ ഇങ്ങനെയുള്ള 1 3 അല്ലേ 5 7 അപ്പൊ ഇങ്ങനെ പോകും. ഇങ്ങനെയുള്ള സംഖ്യയിലാണ് നമ്മൾ നമ്പേഴ്സ് രണ്ട് കൊണ്ട് നമുക്ക് ഡിവിഷൻ ചെയ്യാൻ പറ്റില്ല. ഓഡ് നമ്പർ ഈവൻ നമ്പർ ക്ലിയർ ആയേ. നെക്സ്റ്റ് നോക്കിക്കേ. ഫൈൻഡ് ദ നമ്പർ which when divided by 53 give 8 as quotient and 5 as റിമൈൻഡർ. അപ്പൊ നമ്മൾ ഡിവിഡൻഡ് കണ്ടുപിടിക്കണം. നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ഡിവിസർ തന്നിട്ടുണ്ട്, ക്വോഷ്യന്റ് തന്നിട്ടുണ്ട്, റിമൈൻഡർ തന്നിട്ടുണ്ട്. അപ്പൊ നേരത്തെ നമ്മൾ ചെയ്തതല്ല 75ന്റെ പ്രോബ്ലം ചെയ്ത് ഓർക്കുന്നോ? അതുപോലെ ചെയ്യാനുള്ളതാണ്. ഡിവിഡൻഡ് നമുക്ക് തന്നിട്ടില്ല. ഡിവിഡൻഡാണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്. ഡിവിസർ തന്നിട്ടുണ്ട്. ഡിവിസർ എത്രയാണ്? ഡിവിസർ തന്നേക്കുന്നു 53. പിന്നെ എത്ര തന്നേക്കുന്നു? നമുക്ക് ഡിവിസർ തന്നിട്ടുണ്ട്, നമ്മുടെ ക്വോഷ്യന്റ് തന്നേക്കുന്നു 8 അല്ലേ? നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഓർക്കണം. ആദ്യം ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിവിസർ ഇൻറ്റു ക്വോഷ്യന്റ് പ്ലസ് റിമൈൻഡർ. ഇവിടെ ഡിവിഡൻഡ് തന്നിട്ടില്ല. ഡിവിഡൻഡ് ആണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്. ഡിവിസർ തന്നേക്കുന്നു 53. ക്വോഷ്യന്റ് എത്ര ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്? ക്വോഷ്യന്റ് 8, റിമൈൻഡർ 5. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഡിവിഡൻഡ് കാണാൻ എന്ത് ചെയ്താൽ മതി? ആ ഡിവിസറേയും ക്വോഷ്യന്റിനെ കൂടെ ഇൻറ്റു ചെയ്തിട്ട് അതിന്റെ കൂടെ റിമൈൻഡർ ആഡ് ചെയ്താൽ മതി. 53 ഇൻറ്റു എത്രയാണ്? 8 is equal to 240 224 അല്ലേ? 424 ഇൻറ്റു ആണല്ല ഇനി വരുന്നത്. നമ്മൾ ഇൻറ്റു ചെയ്ത് അപ്പൊ നമുക്ക് 424 കിട്ടി പ്ലസ് 5. ആൻസർ എത്ര വരും? 420. നമ്മുടെ ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 420 നമ്മുടെ ഡിവിഡൻഡ്. ഈ കണക്ക് മനസ്സിലായോ? എങ്ങനെയാ ചെയ്ത? ഡിവിഡൻഡ് കാണാൻ പറഞ്ഞ ഡിവിസറും ക്വോഷ്യന്റും റിമൈൻഡറും തന്നിട്ട് ഡിവിഡൻഡ് കാണാൻ പറഞ്ഞാൽ ആദ്യം ഡിവിസറിനെയും ക്വോഷ്യന്റിനെയും കൂടെ നമ്മൾ ഇൻഡ് ചെയ്യുക, അതിന്റെ കൂടെ റിമൈൻഡർ ആഡ് ചെയ്യുക. ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യനും അതുപോലെ തന്നെയാണ്. നോക്കിക്കേ. divided by 355 by 31 and check the result by the division algorithm. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അതായത് 535നെ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞേക്കുക. എത്ര കൊണ്ടാണ്? എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്? 31 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഡിവിഷൻ അൽഗോരിതം തീട്ടാ കിട്ടിയ ആൻസർ ശരിയാണോ എന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. 535 divided by 30 കുറച്ചുകൂടെ താപ്പോട്ട് എഴുതാം. 535 divided by 31. അത് നമുക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്യാം? 35ന്റെ കൂടെ എത്ര 53 വരും? നോക്കി 131 ആണ്. നമ്മൾ മൈനസ് ചെയ്തിടുമ്പം 225. 31ന്റെ കൂടെ 7 ടൈംസ് വരും 270. അതിനെ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 8 എന്ന്. അപ്പൊ ഇവിടെ നമുക്ക് എന്തൊക്കെ കിട്ടി? ഡിവിസർ കിട്ടി. ഡിവിസർ എത്ര നമുക്ക് കിട്ടിയത്? 31 ആയിരുന്നു ഡിവിസർ അല്ലേ? നമ്മൾ ഏത് സംഖ്യ കൊണ്ടാണോ ഡിവൈഡ് അതല്ലേ ഡിവിസർ. അപ്പൊ 31 നമുക്ക് ഡിവിസർ എന്ന് കിട്ടി. പിന്നെ നമുക്ക് ക്വോഷ്യന്റ് കിട്ടി അല്ലേ? 70 ആണ് നമ്മുടെ ക്വോഷ്യന്റ് എന്ന് പറയുന്നത്. റിമൈൻഡർ കിട്ടി 8 റിമൈൻഡർ. അപ്പൊ നമുക്ക് നമ്മുടെ ആൻസർ ശരിയാണോ? നമുക്ക് കിട്ടിയ 70 എന്ന് പറയുന്ന ആൻസർ ശരിയാണോ എന്ന് അറിയാൻ നമ്മുടെ ഡിവിഡൻഡ് എത്ര ആയിരുന്നു? 535 ആയിരുന്നു. അത് കാണാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? 31 into 70 divided by plus 8 അല്ലേ? നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം 31 into 70 ചെയ്ത് നോക്കണം അല്ലേ? 31 into 70 ചെയ്യുമ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടും? 527 plus 8 ആണ്. അപ്പോൾ നമുക്ക് 535 തന്നെ കിട്ടുന്നെങ്കിൽ നമ്മൾ ചെയ്ത ഈ ഒരു ഡിവിഷൻ പ്രോസസ് എന്താണെന്ന് പറയാം? കറക്റ്റ് ആണെന്ന് പറയാം. നമുക്ക് ഏതെങ്കിലും ഒരു സംഖ്യ ഡിവൈഡ് ചെയ്യാൻ തന്നിരുന്നാൽ നമുക്ക് കിട്ടിയ ആ ഒരു ആൻസറും ഡിവിസറും റിമൈൻഡറും വെച്ചിട്ട് നമുക്ക് കിട്ടിയ ആൻസർ കറക്റ്റ് ആണോ നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതുപോലുള്ളതാണ് നിങ്ങൾ ചെയ്ത് നോക്കുക. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് ഡിവിഷൻ നമ്മൾ നോക്കിക്കേ. ഇഫ് എ ആൻഡ് ബി ആർ നോൺ സീറോ ഹോൾ നമ്പേഴ്സ് ദെൻ എ ബൈ ബി ഈസ് നോട്ട് ആൾവേസ് എ ഹോൾ നമ്പർ. അപ്പോൾ എയും ബിയും നോൺ സീറോ നമ്പേഴ്സ് ആണെങ്കിൽ എ ഡിവൈഡഡ് ബൈ ബി എന്ന് വെച്ചാൽ എന്താണ്? ആൾവേസ് എ നോട്ട് ആൾവേസ് എ ഹോൾ നമ്പർ. അത് എപ്പോഴും എന്താണ്? ഓൾവേസ് ആയിരിക്കില്ല, ഹോൾ നമ്പർ ആയിരിക്കില്ല. We are the 7 and 2 are whole numbers. 7 by 2 is not a whole number. 7 ഉം 2 ഉം ഹോൾ നമ്പർ ആണ് നമുക്കറിയാം അല്ലേ? 7 രണ്ടും ഹോൾ നമ്പർ ആണ്. പക്ഷേ 7 by 2 എന്ന് പറഞ്ഞാൽ ഹോൾ നമ്പർ ആണോ? 7
7നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നു? 6 വരും. അപ്പോൾ ഹോൾ നമ്പർ ആണോ? അല്ല. അപ്പോൾ 7 2 ഹോൾ നമ്പർ ആണ്. 7/2 എന്ന് പറഞ്ഞാൽ ഹോൾ നമ്പർ എപ്പോഴും ആയിരിക്കില്ല. ഡിവിഷൻ ബൈ 0. If a is a whole number, then a divided by 0 എന്ന് വെച്ചാൽ എന്താണ്? a ഒരു ഹോൾ നമ്പർ ആണ്. അതിനെ കൊണ്ടാണ് 0 ആണ് ഡിവൈഡ് ചെയ്യുന്നത്. മീനിങ്ലെസ് ആണ്. അതിനൊരു അർത്ഥമില്ലാതായി മാറുന്നു. അടുത്ത നോക്കിക്കേ. If a is non-zero whole number, then 0/a എന്ന് പറഞ്ഞാൽ a തന്നെയല്ലേ? 0/a എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണ് അല്ലേ? 0 തന്നെയാണ്. അപ്പം നമുക്ക് എങ്ങനെ പറയാം? 0 ഡിവൈഡഡ് ബൈ 3 എത്ര ആൻസർ നിങ്ങൾ പറഞ്ഞേ? ഒരു 0യെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടും? 0 തന്നെ കിട്ടും. അതുപോലെ 0 ഡിവൈഡഡ് ബൈ 7 എത്ര കിട്ടും? 0 ആണ്. ഏതൊരു സംഖ്യ 0യുടെ കൂടെ ഏതൊരു സംഖ്യ ഡിവൈഡ് ചെയ്താലും നമുക്ക് 0 ആയിരിക്കും കിട്ടും. ഇത്രയും കാര്യം മനസ്സിലായോ? ഇപ്പോൾ പേജ് നമ്പർ ആ ഒരു പേജിൽ 56 ആദ്യത്തെ 3 ഇല്ലേ 1 2 3 ക്വസ്റ്റ്യൻ ഹോംവർക്കാണ്. അതിനുശേഷം പേജ് നമ്പറിൽ 56 57 എക്സസൈസ് 3F ആദ്യത്തെ ആ ഒരു 10 ക്വസ്റ്റ്യൻ നമ്പർ 10 വരെ ഹോംവർക്ക്. ഈ പേജ് നമ്പറിൽ എക്സസൈസ് 3 ആദ്യത്തെ 3 ക്വസ്റ്റ്യനും ഹോംവർക്ക് ടീച്ചർ പറഞ്ഞു. ഏതൊക്കെ ടീച്ചർ ഒന്നുകൂടെ പറയാം. 3 അല്ലേ? 3 ആദ്യത്തെ 3 എണ്ണവും പിന്നെ 3F ആദ്യത്തെ 10 അത്രയും നമ്പർ ഹോംവർക്ക് ടീച്ചറിന് മെസ്സേജ് ചെയ്യണം അല്ലേ? ചെയ്തിട്ട് മെസ്സേജ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഇത്രയും പഠിപ്പിച്ച കാര്യങ്ങൾ ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മുടെ 3rd ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ എക്സസൈസ് നമുക്ക് പേജ് നമ്പർ 46 ട്രൂ ഓർ ഫാൾസ് ക്വസ്റ്റ്യൻ കിടക്കണം. അത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. നോക്കിക്കേ. റൈറ്റ് ട്രൂ ഓർ ഫാൾസ് ഇല്ലേ? അഗെയിൻസ്റ്റ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് വായിച്ചിട്ട് അത് ട്രൂ ആണോ ഫാൾസ് ആണെന്ന് പറയുക. 0 is the smallest natural number. 0 എന്ന് പറഞ്ഞാൽ സ്മാളസ്റ്റ് നാച്ചുറൽ നമ്പർ ആണോ? ആണല്ലേ? ആ സ്റ്റേറ്റ്മെന്റ് എന്താ? ആണോ? അല്ല. സ്റ്റേറ്റ്മെന്റ് ഫാൾസ് ആണ്. 0 എന്താണ്? സ്മാളസ്റ്റ് നാച്ചുറൽ നമ്പർ അല്ല. 0 is the smallest whole number. 0 എന്ന് പറഞ്ഞാൽ സ്മാളസ്റ്റ് ഹോൾ നമ്പർ ആണ്. ശരിയാണോ? ശരിയാ. ട്രൂ. ആ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. 3rd ക്വസ്റ്റ്യൻ നോക്ക്. എവറി ഹോൾ നമ്പർ ഈസ് എ നാച്ചുറൽ നമ്പർ. എല്ലാ ഹോൾ നമ്പറും നാച്ചുറൽ നമ്പർ ആണോ? അല്ല. ഫാൾസ്. അടുത്ത 4th ക്വസ്റ്റ്യൻ നോക്ക്. എവറി നാച്ചുറൽ നമ്പർ ഈസ് എ ഹോൾ നമ്പർ. എല്ലാ നാച്ചുറൽ നമ്പറും ഹോൾ നമ്പർ ആണോ? ആണ്. ഉത്തരം എന്താണ്? ട്രൂ. 5th ക്വസ്റ്റ്യൻ. 1 ഈസ് ദ സ്മാളസ്റ്റ് ഹോൾ നമ്പർ. ഒന്നാണോ സ്മാളസ്റ്റ് ഹോൾ നമ്പർ? ട്രൂ ഓർ ഫാൾസ്? ഫാൾസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. 6th. ദ നാച്ചുറൽ നമ്പർ 1 ഹാസ് നോ പ്രെഡസർ. നാച്ചുറൽ നമ്പർ അതായത് 1 എന്ന് പറയുന്ന നാച്ചുറൽ നമ്പറിന് പ്രെഡസർ ഇല്ല. ആൻസർ ശരിയാണോ തെറ്റാണോ? ട്രൂ ആണ്. അടുത്ത 7th ക്വസ്റ്റ്യൻ നോക്കി. ദ ഹോൾ നമ്പർ 1 ഹാസ് നോ പ്രെഡസർ. 1 എന്ന് പറയുന്ന ഹോൾ നമ്പറിന് പ്രെഡസർ ഇല്ലെന്ന് പറയുന്നത്. ട്രൂ ഓർ ഫാൾസ്? ആൻസർ ഫാൾസ് ആണ്. ദ ഹോൾ നമ്പർ 0 ഹാസ് നോ പ്രെഡസർ. 0 എന്ന് പറയുന്ന ഹോൾ നമ്പറിന് പ്രെഡസർ ഇല്ല എന്ന് പറയുന്നത്. ആൻസർ കറക്റ്റ് ആണോ? ട്രൂ ആണല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ ദ പ്രെഡസർ ഓഫ് എ 2 ഡിജിറ്റ് നമ്പർ ഈസ് നെവർ എ സിംഗിൾ ഡിജിറ്റ് നമ്പർ. അതായത് ഒരു 2 ഡിജിറ്റ് നമ്പറിന്റെ പ്രെഡസർ എന്ന് പറഞ്ഞാൽ സിംഗിൾ ഡിജിറ്റ് നമ്പർ അല്ല എന്നാണ് പറയുന്നത്. ട്രൂ ഓർ ഫാൾസ്? ഫാൾസ് ആണ്. The successor of a 2 digit number is always a 2 digit number. അതായത് ഒരു 2 digit numberന്റെ സക്സസർ എന്ന് പറഞ്ഞാൽ എപ്പോഴും 2 digit number തന്നെ ആയിരിക്കും. ട്രൂ ഓർ ഫാൾസ്? ഫാൾസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 500 is the predecessor of 499. 499 ന്റെ predecessor ആണോ 500? അല്ല. predecessor എന്ന് പറഞ്ഞാൽ എന്താണ്? 499 ൽ നിന്ന് -1 ഇടണം. ആക്കിയിരുന്ന സംഖ്യയാണ് 499 ന്റെ predecessor. അപ്പോൾ 500 എന്ന് പറഞ്ഞാൽ എന്താണ്? predecessor അല്ല. അപ്പോൾ ആൻസർ നമുക്ക് ഫാൾസ് ആണ്. 7000 is the successor of 6999 അല്ലേ? 6999 എന്താണ്? സക്സസർ ആണ് 7000 എന്ന് പറഞ്ഞാൽ ആൻസർ ട്രൂ ഓർ ഫാൾസ്? ട്രൂ ആ. കാരണം സക്സസർ എന്ന് വെച്ചാൽ എന്താ? നമുക്ക് സംഖ്യയുടെ കൂടെ 1 ആഡ് ചെയ്യും. അപ്പോൾ ട്രൂ ഓർ ഫാൾസ് അവർ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഹോംവർക്ക് എല്ലാം ടീച്ചറിന് മെസ്സേജ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം മലയാളത്തിൻ്റെ പാത്തുമ്മയുടെ ആടെന്ന പാഠം പഠിച്ച് കഴിഞ്ഞു. ഇനി അതിനകത്ത് കുറച്ച് എക്സസൈസ് കൂടി ഉണ്ട് നമുക്ക് ചെയ്യാനായിട്ട് അല്ലേ? പഠന പ്രവർത്തനങ്ങളുണ്ട് ചെയ്യാനല്ലേ? അപ്പോൾ അത് ടീച്ചർ ഓരോന്നായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പം നിങ്ങൾക്ക് ആദ്യം ടീച്ചർ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് ഉള്ളതിനേക്കാളും കുറച്ചും കൂടെ അർത്ഥമൊക്കെ ടീച്ചർ ഇപ്പോൾ നിങ്ങൾക്ക് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ നോട്ട്ബുക്കിനകത്തോട്ട് എഴുതിയെടുത്ത് പഠിക്കണം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞത് കൊടുത്തിട്ടില്ല. അപ്പോൾ അത് ടീച്ചർ 2-3 അർത്ഥം നിങ്ങൾക്ക് തരുന്നുണ്ട്. നിങ്ങളത് എഴുതി പഠിക്കണം. ഞാൻ ടീച്ചർ ഇവിടെ പിക്ചർ കാണിക്കുന്നുണ്ട്, കണ്ടോ?
ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന നോക്കിക്കേ, അജം അല്ലേ? അജം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ആട്. എന്താണ്? ആട്. അപ്പൊ അജം എന്നതിന്റെ അർത്ഥമാണ് ആട്. രണ്ടാമത്തേത് പറഞ്ഞിരിക്കുന്നത് ആഖ്യാതം അല്ലെ? ആഖ്യാതം എന്ന് പറയുന്നത് എന്താണ്? പറയപ്പെടുന്നത് അല്ലെ? അതായത് ആഖ്യയെ കുറിച്ച് എന്ത് പറയുന്നുവോ അത്. നമ്മൾ ഏതെങ്കിലും ഒരു വസ്തുവിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറയുന്നു. ഇപ്പോൾ ഒരു പൂവ്, അതൊരു വസ്തുവാണ്. ആ പൂവിനെ പറ്റി നമ്മൾ പറയുന്നത് നല്ല രസമുണ്ട് ആ പൂവിനെ കാണാൻ, നല്ല മണമാണ് ആ പൂവിനെ. അപ്പൊ നമ്മൾ എന്താണ് പറയുന്നത്? അതാണ് എന്ത്? ആഖ്യാതം എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് ഡാവ്. ഡാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബെഡായി. ബെഡായി എന്ന് പറഞ്ഞാല് നമ്മൾ പൊങ്ങച്ചം പറയുക, അല്ലെങ്കിൽ പുതുമ പറയുക, അല്ലെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞ കുറച്ചൊക്കെ പറ, നമ്മൾ പറയുമ്പോൾ ചിലർ പറയുന്ന കേൾക്കുമ്പോൾ നമ്മൾ കളിയാക്കി പറയും, യോ ഇങ്ങനെ അങ്ങ് എന്താണ് ജാടയൊന്നും എടുത്ത് ഇങ്ങനൊന്നും ഉണ്ടാക്കിയൊന്നും പറയരുത് കേട്ടോ എന്നൊക്കെ പറയത്തില്ല. അപ്പൊ അതാണ് ഡാവ് എന്ന് പറഞ്ഞാൽ ബെഡായി. പിന്നെ ശാസിക്കുക. ശാസിക്കുക എന്ന് പറഞ്ഞാൽ അറിയാലോ, വഴക്കു പറയുക അല്ലേ? ശാസിക്കുക എന്ന് പറഞ്ഞാൽ വഴക്കു പറയുക. പിന്നെ സാപ്പിടുക എന്ന് പറഞ്ഞാൽ തിന്നുക അല്ലേ? നമ്മൾ കഴിക്കുക എന്നുള്ളതാണ് സാപ്പിടുക, തിന്നുക. പിന്നെ മിശ്രഭോജനം എന്ന് പറഞ്ഞാൽ ഒന്നിച്ചിരുന്നുള്ള ഭക്ഷിക്കൽ അല്ലേ? നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു എന്തെങ്കിലും ഫംഗ്ഷനോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഓണമോ അല്ലെങ്കിൽ ക്രിസ്മസോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ബന്ധുക്കളെല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് ആ ഭക്ഷണം കഴിക്കും അല്ലേ? അപ്പം അതാണ് മിശ്രഭോജനം, ഒന്നിച്ചിരുന്നുള്ള ഭക്ഷിക്കൽ. പിന്നെ വ്യാകരണപ്പെടുക അല്ലെ? വ്യാകരണപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യാകരണത്തിൽ സമർത്ഥനായവൻ അല്ലെ? ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ പറയും അവന് അതിനെപ്പറ്റി നന്നായിട്ട് പറയാൻ അറിയാം. ഏതെങ്കിലും ഒരു കാര്യം കൊടുത്താൽ അതിനെപ്പറ്റി നല്ല രീതിയിൽ പറയുന്നു അല്ലെ? അതാണ് എന്ത്? വ്യാകരണപ്പെടുക. അടുത്തത് എന്താ നോക്കിക്കേ, പ്രമേയം. പ്രമേയം എന്ന് പറഞ്ഞാൽ വിഷയം. ഏതെങ്കിലും ഒരു നമ്മളൊരു സബ്ജക്റ്റ്, ഇപ്പൊ നിങ്ങൾക്ക് ഒരുപാട് വിഷയങ്ങളുണ്ടല്ലേ, അപ്പൊ അതുപോലെ ഒരു വിഷയം, അതാണ് പ്രമേയം. പിന്നെ ഹൃദയസ്പർശി എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ തൊടുന്നത് അല്ലെ? നമ്മൾക്ക് ഒരുപാട് എന്താണ് നമ്മൾ പറയത്തില്ല, ആ കാര്യം എനിക്ക് ഒരുപാട് എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല എന്നൊക്കെ പറയത്തില്ല. അതായത് നമ്മുടെ ഹൃദയത്തിൽ തട്ടിയിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യം, അതാണ് ഹൃദയസ്പർശി, ഹൃദയത്തിൽ തൊടുന്നത്. ഇത്രയാണ് നിങ്ങളുടെ അവിടെ അർത്ഥം നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ആ അർത്ഥം ഓരോന്നും നിങ്ങൾ ടീച്ചർ കാണിച്ചിരിക്കുന്നത് കണ്ടല്ലോ, അത് നിങ്ങൾ ഓരോന്നും നോട്ട്ബുക്കിനകത്തോട്ട് എഴുതിയെടുക്കണം. പാഠത്തിൻ്റെ പേര് എഴുതി അർത്ഥം എന്ന് ഹെഡിങ് കൊടുത്ത് എഴുതുക. അടുത്തത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഇനി എന്താന്ന് വെച്ചാൽ വിപരീത പദം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, താഴോട്ട് വരുമ്പോൾ കണ്ടോ വിപരീതം കണ്ടെത്തുക. വിപരീത പദം കണ്ടോ? നോക്കിക്കേ, ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട്, ടീച്ചർ ഇവിടെ കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് സങ്കോചം. സങ്കോചം എന്ന് പറഞ്ഞാൽ എന്താണ്? വികാസം അല്ലെ? സങ്കോചം, അതിന്റെ വിപരീത പദമാണ് എന്ത്? വികാസം. പിന്നെ ആവശ്യം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാലോ? അനാവശ്യം. നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് വിപരീത പദം അനാവശ്യം. പിന്നെ പറയുന്നത് സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? പാരതന്ത്ര്യം അല്ലെ? സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അതിന്റെ വിപരീത പദമാണ് പാരതന്ത്ര്യം. എഴുതിയോ? എഴുതിയോ? ഇത് മൂന്നെണ്ണമാണ്: സങ്കോചം, വികാസം, ആവശ്യം, അനാവശ്യം, സ്വാതന്ത്ര്യം, പാരതന്ത്ര്യം. എഴുതിയോ? അടുത്തതിന് നിങ്ങൾക്ക് എന്താണെന്ന് നോക്കിക്കേ, എതിർലിംഗം കണ്ടെത്തുക. എന്താണ് പിന്നെ പഠിക്കാനായിട്ടുള്ളത്? എതിർലിംഗം കണ്ടെത്തുക. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് വിദ്യാർത്ഥിനി. വിദ്യാർത്ഥിനി എന്നതിന്റെ എതിർലിംഗം എന്താണ്? വിദ്യാർത്ഥി. എന്താണ്? വിദ്യാർത്ഥിനി എന്നതിന്റെ എതിർലിംഗം ആണ് വിദ്യാർത്ഥി. അടുത്തത് സാഹിത്യകാരൻ. അതിന്റെ എതിർലിംഗം സാഹിത്യകാരി. സാഹിത്യകാരൻ, അതിന്റെ എതിർലിംഗം സാഹിത്യകാരി. അത് കഴിഞ്ഞിട്ട് പറയുന്നത് പെൺകുട്ടികൾ. പെൺകുട്ടികൾ എന്നതിന്റെ എതിർലിംഗം എന്താണ്? ആൺകുട്ടികൾ അല്ലെ? പെൺകുട്ടികൾ എന്നതിന്റെ എതിർലിംഗം ആൺകുട്ടികൾ. അടുത്തത് ഉമ്മ അല്ലെ? ഉമ്മ എന്നതിന്റെ എതിർലിംഗം എന്താണ്? ഉപ്പ അല്ലെ? ഉമ്മ എന്നുള്ളതിന്റെ എതിർലിംഗം ഉപ്പ. അടുത്തത് സഹോദരി. സഹോദരി എന്നതിന്റെ എതിർലിംഗം എന്താണ്? സഹോദരൻ. എന്താണ്? സഹോദരി എന്നതിന്റെ എതിർലിംഗം സഹോദരൻ. എഴുതിയോ? ഇനി നിങ്ങൾക്ക് അവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ചേരുംപടി ചേർക്കുകയുണ്ട് അല്ലേ? ചേരുംപടി ചേർക്കുക. ചേരുംപടി ചേർക്കാനാണ് അടുത്തത് പറഞ്ഞിരിക്കുന്നത്. ടീച്ചർ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ ആൻസർ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക? അത് മാർക്ക് ചെയ്യുക. വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീറിന് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ബേപ്പൂർ സുൽത്താൻ. എന്താണ്? ബേപ്പൂർ സുൽത്താൻ. രണ്ടാമത്തേത് ബാല്യകാല സഖി. ബാല്യകാല സഖി എന്ന് പറയുന്നത് ആരുടെയാണ്? ഉമ്മിണി വല്യൊന്ന്. ഉമ്മിണി വല്യൊന്ന്. കണ്ടോ അവിടെ? ടീച്ചർ കാണിക്കുന്നുണ്ട്, ആൻസർ കാണിക്കുന്നുണ്ട്, നിങ്ങൾ നോക്കി ചെയ്താൽ മതി. അടുത്തത് പാത്തുമ്മയുടെ ആടാണ് അല്ലേ? പാത്തുമ്മയുടെ ആട് ആൻസർ എന്താണ്? ആദ്യത്തെ ഓപ്ഷൻ പെണ്ണുങ്ങളുടെ ബുദ്ധി. പെണ്ണുങ്ങളുടെ ബുദ്ധി. പിന്നെ പറഞ്ഞത്
എൻ്റെ ഉപ്പുപ്പക്ക് ഒരു ആന ഉണ്ടായിരുന്നു അല്ലേ? ഏതാണ് ആൻസർ? ആ കുഞ്ഞു പാത്തുമ്മയുടെയാണ് എൻ്റെ ഉപ്പുപ്പയ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നു. എൻ്റെ ഉപ്പുപ്പയ്ക്ക് എന്തുണ്ട്? ഒരു ആന ഉണ്ടായിരുന്നു. അപ്പൊ ആൻസർ എന്താണ് അതിൻ്റെ? കുഞ്ഞു പാത്തുമ്മ. അത് കഴിഞ്ഞിട്ട് മുച്ചീട്ടു കളിക്കാരൻ്റെ മകൾ ആരാണ്? സൈനബ. മുച്ചീട്ടു കളിക്കാരൻ്റെ മകൾ എന്നത് സൈനബ. അടയാളപ്പെടുത്തിയോ? അടുത്തതിനെ പറയുന്നത് വാക്യത്തിൽ പ്രയോഗിക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് ഹൃദയസ്പർശിയായ, ഞാൻ ടീച്ചർ ഇവിടെ കാണിക്കുന്നുണ്ട്. വാക്യത്തിൽ പ്രയോഗിക്കുക ഹൃദയസ്പർശിയായ എന്താണ്? വൈലോപ്പിള്ളിയുടെ മാമ്പഴം അത്യന്തം ഹൃദയസ്പർശിയായ കവിതയാണ്. മാമ്പഴം അല്ലേ? മാമ്പഴം എന്നുള്ള വൈലോപ്പിള്ളിയുടെ എന്ത് കവിത നമ്മൾക്ക് ഒരുപാട് ഹൃദയസ്പർശിയായിട്ടുള്ളൊരു കവിതയാണ്. വൈലോപ്പിള്ളിയുടെ മാമ്പഴം അത്യന്തം ഹൃദയസ്പർശിയായ കവിതയാണ്. രണ്ടാമത്തേത് തട്ടിയെടുക്കുക. എന്താണ്? തട്ടിയെടുക്കുക എന്താണ്? തൻ്റെ കയ്യിലുള്ള പണം തട്ടിയെടുക്കാനാണ് അപരിചിതൻ കൂടെ കൂടിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയ മോഹനൻ തന്ത്രപൂർവം അയാളെ ഒഴിവാക്കി. അല്ലെ? തൻ്റെ കയ്യിലുള്ള പൈസ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് തങ്ങളുടെ കൂടെ കൂടിയ ആ കൂട്ടുകാരൻ്റെ ഉദ്ദേശമെന്ന് മനസ്സിലാക്കിയതോടെ മോഹനൻ എന്ത് ചെയ്തു? അയാളെ മനഃപൂർവ്വം അകറ്റി നിർത്താൻ ശ്രമിച്ചു. അടുത്തതിനി എന്താണ്? രണ്ടെണ്ണല്ലേ ഉള്ളൂ അവിടെ. ഓക്കെ, അടുത്തതിനി നിങ്ങൾക്ക് ഉത്തരം പറയുക എന്നുള്ളതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അവിടെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിക്കുക. ആദ്യം തന്നിട്ടുണ്ട് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതെല്ലാം? ഏതൊക്കെയാണ് നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രധാനപ്പെട്ട കൃതികൾ? ഏതൊക്കെയാണ്? പാത്തുമ്മയുടെ ആട്, ബാല്യകാല സഖി, മതിലുകൾ, എഞ്ചുപ്പുപ്പയ്ക്ക് ഒരു ആടുണ്ടായിരുന്നു, മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ. ഈ നമ്മളിവിടെ ചേരുംപടി ചേർക്കാനായിട്ട് പറഞ്ഞ ഓരോന്നും ആരുടെ പ്രധാനപ്പെട്ട കൃതികളാണ്? നമ്മളുടെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. അടുത്തത് നോക്കിയ രണ്ടാമത്തേത് പാത്തുമ്മയുടെ ആട് എന്ന നോവലിലെ പ്രതിപാദ്യം എന്താണെന്നാണ് ചോദിക്കുന്നത്. എന്താണ്? സ്വന്തം സഹോദരിയായ പാത്തുമ്മയെയും അവളുടെ ഓമനയായ ആടിനെയും സ്വന്തം വീട്ടുകാരെയും വീടിനെയും കഥാപാത്രങ്ങളാക്കി ബഷീർ രചിച്ച നോവലാണ് പാത്തുമ്മയുടെ ആട്. അല്ലേ? അതായത് സ്വന്തം വീടും വീട്ടിലെ ആളുകളെ പറ്റിയും പിന്നെ തങ്ങളുടെ പെങ്ങളുടെ ആട് അല്ലേ, വീട്ടിലുള്ളവരെക്കാൾ സ്വാതന്ത്ര്യത്തോടു കൂടി വളരുന്ന ആടും അവയൊക്കെ പറ്റി പറയുന്ന ഒരു കഥയാണ് നമ്മുടെ പാത്തുമ്മയുടെ ആടെന്ന് പറയുന്നത്. ഉമ്മ ബഷീറിനോട് കാശ് വാങ്ങുന്നത് എന്തിനാണ്? സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മക്കളിൽ ആർക്കെങ്കിലും സംഭാവന ചെയ്യാനാണ് ഉമ്മ ബഷീറിനോട് കാശ് വാങ്ങുന്നത്. അല്ലേ? ബഷീർ ഒരുപാട് കാശൊക്കെ കൊണ്ടാണ് വരുന്നതെന്ന് വിചാരിച്ചിട്ട് കാശ് കടം വാങ്ങുന്നത് തൻ്റെ ഇളയ മക്കൾക്ക് കാശിന് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ കൊടുത്ത് സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഉമ്മ എന്ത് ചെയ്യുന്നത്? ബഷീറിൻ്റെ കയ്യിൽ കാശ് വാങ്ങിയത്. നാലാമത്തെ ലേഖകന്റെ അഭിപ്രായത്തിൽ പാത്തുമ്മയുടെ ആടിൽ നാം കാണുന്ന ബഷീർ എങ്ങനെയുള്ള ആളാണ്? അല്ലേ? എങ്ങനെയുള്ള ആളാണ്? വളരെ ലളിതമായി ജാടകളൊന്നുമില്ലാതെ സ്വന്തം വീട്ടിലെ ഇല്ലായ്മകളും വല്ലായ്മകളും നർമ്മഭാവത്തോടെ മാറി നിന്ന് നോക്കി രസിക്കുന്ന ബഷീറിനെയാണ് പാത്തുമ്മയുടെ ആടിൽ നാം കാണുന്നത്. അല്ലേ? അതായത് സ്വന്തം വീട്ടിൽ ഒരുപാട് ഇല്ലായ്മകളും വല്ലായ്മകളും കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ട്. അതെല്ലാം അതിൻ്റെതായ രീതിയിൽ നോക്കിക്കണ്ട് വളരെ ലളിതമായ രീതിയിൽ കൃതികളും കവിതകളും ഒക്കെ എഴുതി നമുക്ക് തരുന്ന ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയെ പോലെയാണ് നമുക്ക് ഈ പാത്തുമ്മയുടെ ആടിൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആ ഒരു കഥാപാത്രം എന്ന് പറയുന്നത്. അപ്പോൾ ടീച്ചർ ഇവിടെ കാണിക്കുന്നുണ്ട്, ഓരോന്നിൻ്റെയും കാണിക്കും. നിങ്ങൾ നോക്കി അങ്ങ് എഴുതി എടുത്താൽ മാത്രം മതി കേട്ടോ. ഓക്കെ. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഈ ഒരു മലയാളത്തിന്റെ ഈ പാത്തുമ്മയുടെ ആട് എന്നുള്ളതിനകത്തെ എക്സസൈസ്. അപ്പൊ അതിന് ടീച്ചർ ഇതിനകത്ത് പഠിപ്പിച്ച് നിങ്ങൾക്ക് നോട്ട് തന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. അതിനകത്ത് ഏതെങ്കിലും കാര്യം പറയാനുണ്ടെങ്കിൽ അത് പഠിക്കണ്ട. ഇനി സംശയമൊന്നും വരരുത്, ടീച്ചർ പ്രത്യേകം പറയുകയാണ്. ടീച്ചർ തന്ന നോട്ട്സ് മാത്രം പഠിക്കുക. അതിനപ്പുറം ടെക്സ്റ്റിൽ ഇനി ഏതെങ്കിലും എക്സസൈസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പഠിക്കണ്ട കേട്ടോ. ഓക്കെ. അപ്പം ഇതുവരെയുള്ള 3 ചാപ്റ്ററും നമ്മൾക്ക് പരീക്ഷയ്ക്ക് പഠിക്കണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ടീച്ചറിനോട് ചോദിക്കുക. തന്ന നോട്ട്സും കാര്യങ്ങളും എല്ലാം പരീക്ഷയ്ക്ക് ചോദിക്കുക. എല്ലാം നന്നായിട്ട് പഠിക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് ആദ്യത്തെ ചാപ്റ്റർ അല്ലെ, കാട്ടിലെ കളി എന്നുള്ളൊരു പദ്യം ഉണ്ടല്ലോ, അതിനകത്തെ ആദ്യത്തെ 8 വരി നിങ്ങൾ പരീക്ഷയ്ക്ക് കാണാതെ പഠിക്കണം. പരീക്ഷയ്ക്ക് ചോദിക്കും കേട്ടോ. ആദ്യത്തെ 8 വരി മറക്കാതെ പഠിക്കുന്ന. ടീച്ചർ പ്രത്യേകം പറയാണ് പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ പിന്നെ പറഞ്ഞില്ല, നിങ്ങൾ കേട്ടില്ല എന്നൊന്നും പറയാൻ ഇടവരരുത്. ഓക്കെ. ഓക്കെ, then thank you.